അപ്പോൾ എത്ര അനുഗ്രഹം നമുക്കുള്ളത്. ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് ഈ റമദാൻ, ഈ രാവ്, ഈ പകൽ. ഇത്ര ആളുകൾ വിട പറഞ്ഞുകൊണ്ട് നമ്മളടിയിൽ നിന്ന് അപ്രതീക്ഷിതമായി എത്ര ആളുകൾ രോഗശയ്യയിൽ കിടക്കുന്നുണ്ട്, അതും അപ്രതീക്ഷിതമായി. അല്ലേ? രോഗം പിടിച്ചവർക്ക് എത്രയോ സുഖം വന്നേ, സന്ദർശകർ അതിലെത്രയോ മരിച്ചെന്നേ. അസുഖമായിട്ട് കിടക്കണുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണാൻ കുറേ ആൾക്കാർ പോയി. ഡോക്ടർ പറഞ്ഞു ഇനി അധികമല്ല, അവർ 2-3 ആഴ്ച, അതുകൊണ്ട് വിവരം അറിയിച്ചോളിയും. അങ്ങനെ എല്ലാവരും കാണാൻ പോയി. അല്ലേ? അയാളിപ്പോഴും ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അയാളെ കാണാൻ പോയ കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ മരിച്ച്. ഇയാളിപ്പോഴും സുബഹി കഴിഞ്ഞപ്പോൾ ആ പീടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ആ കൊറോണ കാലത്ത് ഞങ്ങളെ നാട്ടിലെ അനുഭവം ഇപ്പോഴും അത്ഭുതപ്പെടും. അയാൾ മരിച്ചു എന്ന് എല്ലാവരും പറഞ്ഞത്, നമുക്കൊരു ഒരു കുഴപ്പമില്ല. ചെറുപ്പക്കാർ കുട്ടികൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് പറയും, വല്ലാത്തൊരു പടപ്പാടാ. എത്ര ആളുകളാ ബേജാറായിട്ട് വന്ന് പറയും. അതും ആ വരവൊക്കെ ഒരു വരവാണ്. അത് അങ്ങനെ മാസ്ക് ഇട്ട്, ഇങ്ങനെ മാസ്ക് ഇട്ട്, അവിടെ ചാടി ഇവിടെ ചാടി, കള്ളന്മാർ പോണ മാതിരിയാണ്. ഒക്കെ ബേജാറിൻ്റെ അങ്ങേ തലയിൽ ഇല്ലാത്തൊരു കഥയാണ്. ഞാൻ പറഞ്ഞ പടച്ചാൻ്റെ തീരുമാനം. അല്ല ഒരു അത്ഭുതമാണ്. വിശ്വാസികൾ അത് ഉള്ളിലിങ്ങനെ ആവാഹിക്കുകയാണ്. താബിയായൊരു പണ്ഡിതനോട് ഒരു അപരിഷ്കൃതനായ ഒരു മനുഷ്യൻ വന്ന് പറയുന്നൊരു കഥയുണ്ട്. അയാൾ വന്നിട്ട് പറയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. കാട്ടിലാണ് അയാൾ ജീവിക്കണത് കേട്ടോ. അയാൾക്കൊരു പ്രബോധന ദൗത്യമൊന്നും എത്തിയിട്ടില്ല. അയാൾ വന്നിട്ട് പറയാ, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പോൾ ഈ പണ്ഡിതൻ അത്ഭുതം തോന്നി, ഇയാൾക്ക് ദഅവത്ത് എവിടുന്ന് കിട്ടി? അപ്പോൾ ചോദിക്കുകയാണ്, കൈഫ അറഫ്ത റബ്ബുക, അല്ല അനക്കെങ്ങനെ അള്ളാഹിനെ മനസ്സിലായത്? അപ്പോൾ അയാൾ പറയേണ്ട ഒരു മറുപടി ഉണ്ട്. അൽ ബഅറത്തു തദുല്ലു അലൽ ബഈർ വഅസറുൽ അഖദാമി തദുല്ലു അലൽ മസീർ ഫസമാഉൻ ദാതു അബ്റാജിൻ വഅർളുൻ ദാതു ഫിജാജിൻ വബഹറുൻ ദാതു അംബാജിൻ അലാ തദുല്ലു അലൽ ലതീഫിൽ ഖബീർ. ഒട്ടകക്കാഷ്ടം കിടക്കുന്നത് കാണുമ്പോൾ ഇതുവഴി ഒരൊട്ടകം പോയി എന്നെനിക്കറിയാം. കാലടിപ്പാടുകൾ കാണുമ്പോൾ ആരൊക്കെയോ ഈ മണലാരണ്യത്തിലൂടെ നടന്നു പോയി എന്നെനിക്കറിയാം. അതുകൊണ്ട് ഫസമാഉൻ ദാതു അബ്റാജ്, നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശവും, വഅർളുൻ ദാതു ഫിജാജ്, വൈവിധ്യങ്ങൾ നിറഞ്ഞ ഭൂമിയും, വബഹറുൻ ദാതു അംബാജ്, തിരമാലയുള്ള കടലുകളും കാണുമ്പോൾ അലാ തദുല്ലു അലൽ ലതീഫിൽ ഖബീർ, ഉന്നതനും മഹാനുമായ ഒരു റബ്ബിനെ അതെന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ആ റബ്ബാണ് അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നത്, മഴ വർഷിപ്പിച്ചത്, സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്നത്, ആയുസ് നമുക്ക് തന്നത്, ബന്ധങ്ങൾ തന്നത്, ഒരു പിതാവിനെ തന്നത്, മാതാവിനെ തന്നത്, അനുഗ്രഹം നിറഞ്ഞ കുടുംബ ബന്ധങ്ങൾ നമുക്കുണ്ടാക്കി തന്നത്, ഈ ദീനനുസരിച്ച് ഈ കാലത്തും ജീവിക്കാനും മസ്ജിദിനെ ചുറ്റിപ്പറ്റി ജീവിതം കെട്ടിപ്പടുക്കാനും അബദ്ധസഞ്ചാരം പ്രിയപ്പെട്ട പല ആളുകളും നടത്തുമ്പോഴും എനിക്കതിന് കഴിയുന്നില്ല റബ്ബേ. നിന്റെ സവിധത്തിലേക്ക് നസീതു കുല്ല ത്വരീഖിൻ കുന്തു അഅരിഫുഹാ ഇല്ലാ ത്വരീഖൻ യുഅദ്ദി ബി ലിറബഇകും അഗ്ഫിറുൽ ഖദ്ദദുല്ല ഫിത്തുറാബി അസാ അന്തർഹമൂനി വതർലൗനി അബീദുകും. പ്രണയത്തെക്കുറിച്ച് നിസാർ ഖബ്ബാനിയുടെ കവിതയാണ്. അതിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അത് നേരെ പടച്ചോനിക്കാണ് എത്തുകയാണ്. എല്ലാ വഴികളും മറന്നുപോയി, സകല വഴികളും റബ്ബേ മറന്നുപോയി. പക്ഷേ നിന്റെ സവിധത്തിലേക്കുള്ള പടിപ്പുരവാതിലൊഴികെ അത് മറക്കാനാകുന്നില്ല. അള്ളാഹു അത്രമേൽ നമ്മളെ ഇഷ്ടപ്പെട്ടു, അനുഗ്രഹങ്ങൾ അത്ര കൂടുതൽ നമുക്ക് തന്നു. എന്തൊക്കെ ധിക്കാരങ്ങൾ അള്ളാഹിനോട് മനുഷ്യർ കാണിച്ചപ്പോഴും ഒരു ധിക്കാരവും ഒരു ശിക്ഷാ നടപടിയും അല്ല നമ്മളോടെടുക്കാതെ പോയി. ഇത് വിവാഹത്തിൻ്റെ തലേന്നത്തെ ദിവസമാണ്. ഇവിടെ മരുമകനായി വരുന്നത് അലി ബിൻ അബീ ത്വാലിബാണ്. സ്നേഹനിധിയായ ജീവിതത്തിൻ്റെ നേർപാതിയായ കരളിൻ്റെ കരളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഫാത്തിമത്തു ഖിത്അത്തും മിന്നീ, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് പറഞ്ഞ ഫാത്തിമാൻ്റെ വിവാഹം നടക്കുന്ന ദിവസമാണ്.
അപ്പൊ അലിയെ നബിക്ക് കിട്ടുന്നു. തലേന്ന് കിട്ടിയ പാടെ അലിയോട് പറയുന്നു, അലി, എൻ്റെ മോള് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്, ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരാൻ പോവുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, എൻ്റെ മോൾക്ക് ദേഷ്യം കോപമൊക്കെ ഉണ്ടാവും, വാശിയുണ്ടാകും, അത് നീ ക്ഷമിക്കണം. നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, കാരണം അലിക്ക് ദേഷ്യം വന്നാൽ ചിലപ്പോൾ വലിയ പ്രയാസമാവും. അലി ബിൻ അബി താലിബിൻ്റെ ഒരു ശബ്ദത്തെക്കുറിച്ച് അറബ് ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചില യുദ്ധങ്ങളിലൊക്കെ അലിയുടെ ഒരു ശബ്ദമാണ്, അത് ആ ശബ്ദത്തിൽ മറ്റുള്ളവർ പേടിക്കും. ചില നാടൻ തല്ലേരുണ്ട്, ഒരു ഒച്ച, ആ ഒച്ചയിൽ മറ്റുള്ളവർ പേടിക്കും. പുറമൊന്നുമില്ല. ചില ആൾക്കാരുണ്ടെങ്കിൽ പച്ച നുണാറാണെങ്കിലും ഒച്ചട്ടാണ് പറഞ്ഞാൽ ബാക്കിയുള്ളവരും ഉണ്ടായിരിക്കും. അത് ചില ആൾക്കാരുടെ തന്ത്രമാണ്, അതൊരു ഹിക്മത്താണ്. ഒച്ചകൾ ഇട്ടാണില്ല, അതൊരു സത്യം അതിലുണ്ടാവും. അല്ലാതെ പൊത്തര കാര്യത്തിൽ ഒച്ച ഇടൂല എന്ന് ഒരു ധാരണ വരും, ഒരു ടെക്നിക്കാണ്. അലി റളിയല്ലാഹുവിൻ്റെ ശബ്ദം അങ്ങനെ ചിലപ്പോൾ ഉയരും. അപ്പോൾ പേടിയായി. അപ്പോൾ റസൂലുള്ള പറയുന്നുണ്ട്, മോൾ എന്തെങ്കിലും നിനക്ക് വിഷമമുള്ളത് ചെയ്താൽ, നിനക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്നാൽ അലി, നീ അവളോട് ക്ഷമിക്കണം. എന്നിട്ടും നിന്റെ മനസ്സടങ്ങുന്നില്ലെങ്കിൽ നീ ഒന്ന് മാറിയിരിക്കണം, നീ ഒന്ന് മാറിയിരിക്കണം അലി. അങ്ങനെ അലി മാറിയിരിക്കുകയാണ്. മാറിയിരുന്നിട്ട് നീ എന്ത് ചെയ്യണം എന്നറിയുമോ? നീ അള്ളാഹിനെ പറ്റി ഓർക്കണം. ഈ ലോകത്തെ ജനകോടികളോട് അള്ളാഹു കാണിക്കുന്ന കാരുണ്യം അത് ഓർക്കണം. എത്രമേൽ കാരുണ്യം ജനങ്ങളോട് ആ ജനങ്ങൾ കാണിച്ചിട്ടും, ജനങ്ങളോട് റബ്ബ് കാണിച്ചിട്ടും, ചില മനുഷ്യന്മാർ അള്ളാഹിനോട് കാണിക്കുന്ന ധിക്കാരം നീ ഓർക്കണം. എത്രമേൽ പടച്ചവനെ ധിക്കരിച്ചിട്ടും ആ പടച്ചവൻ ആ ജനങ്ങളോട് ഒരു ശിക്ഷാ നടപടിയും എടുക്കുന്നില്ലല്ലോ എന്ന് ഒരു കാര്യം നീ ഓർക്കണം. അങ്ങനെ ഓർക്കുമ്പോൾ എൻ്റെ മോള് ചെയ്തത് നിനക്ക് ചെറുതായി തോന്നും അലി എന്ന് പറഞ്ഞ് ഉപദേശിക്കാം. എന്നിട്ടും ആ കുടുംബത്തിൽ എന്തൊക്കെ ഉണ്ടായി അല്ലേ? ഫാത്തിമാനോട്ട് പണങ്ങിയിട്ട് അലി വന്നിട്ട് നബിയുടെ മുമ്പിൽ കടന്നിട്ട് മദീന പള്ളിയിൽ ഇങ്ങനെ ഉരുണ്ട കഥ ഉണ്ട് ഹദീസിൽ. ഒറ്റ വിളിയാ, യാ അബാ തുറാബ്, അതിൽ ഉരുകി അലീന, അബൂ തുറാബെ വീട്ടിൽ പോകുന്നു. അലി മനസ്സിലായി, അതാണ് സ്നേഹം എന്ന് പറഞ്ഞത്. അല്ലാതെ പിന്നെ ഞാൻ എന്നെ കൊടുന്ന് വളർത്തിയുണ്ടാക്കി എൻ്റെ മകളെ കെട്ടിച്ച് എൻ്റെ നേരൊക്കെ എന്നെ മുള്ളെടുക്കണമെന്നൊന്നും നബി ചോദിക്കണില്ല. ഒറ്റ വിളിയാ, സ്നേഹത്തിൻ്റെ ഒരു വിളിയാ, യാ അബാ തുറാ, വീട്ടിൽ പോകുന്ന. അതാ പ്രശ്നം, അതോടെ തീരുകയാണ്. ഇവിടെ ആ വിളി അങ്ങനത്തതാണ്. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹ് ചെയ്യുന്നൊരു കാരുണ്യം. അതുകൊണ്ട് അള്ളാഹിനെ നമുക്ക് ഇഷ്ടാകണം. അതിനാണ് നിസ്കാരം. നിസ്കാരം അതിനാണ്. കാനത്ത് ആലൽ മുഅ്മിനീന കിതാബം മൗഖൂത്ത. നിസ്കാരത്തിൻ്റെ ലക്ഷ്യം അതിനാണ്. ഹജ്ജ് അതിനാണ്. ഹജ്ജ് ഒരു ഫിത്തന ഉണ്ടാക്കാനല്ല. ചിലപ്പോൾ തോന്നിപ്പോകും ഹജ്ജ് ഇത് വന്നാൽ നാട്ടിൽ ഫിത്തന തോന്നിപ്പോകും. ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്. അയാളെ പ്രസിഡൻ്റാക്കാത്ത പ്രശ്നമാണ്, പിന്നെ ആചാര്യയെന്ന് വിളിക്കാത്ത പ്രശ്നമാണ്. അങ്ങനെയൊക്കെ കൂടി ഫിത്തന ഓരോന്നോരോന്നായിട്ടില്ലേ. ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ സ്വന്തമായിട്ട് പഠിക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിപ്പോകും, ചില പ്രയോഗങ്ങൾ അത്ഭുതം തോന്നിപ്പോകും. ഇൽമുൻ യുന്തഫഉ ബിഹി, അല്ലേ? ഉപകാരപ്രദമായ അറിവ്. ആ അറിവുണ്ടെങ്കിൽ ഖബർക്കെത്തുന്ന സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ ഒന്ന്. പിന്നെ ഇൽമുൻ യുന്തഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ് രണ്ട്. പിന്നെന്താണ്? എന്താ പറയും? വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മകൻ എന്നാണ്. ഈ ഇൽമുൻ യുന്തഫഉ ബിഹി എന്നുള്ളത് ഞാൻ കുറേ വായിച്ച് പഠിക്കുന്നുണ്ട്. അത്ഭുതം തോന്നിപ്പോകും ചില അനുഭവങ്ങൾ. ഇൽമുൻ യുന്തഫഉ ബിഹി, ഉപകാരമുള്ള അറിവ് നാട്ടവൻ, ഉപദ്രവമുള്ള അറിവ് ശല്യം ചെയ്യും. ചില സ്ഥലത്ത് അങ്ങനെയാണ്, ഉപദ്രവമുള്ള അറിവ് ശല്യം ചെയ്യും. ഒരു ഇമാം ഒരു പള്ളിയിൽ വന്നിട്ട് ഒരു മാസം നിൽക്കായക്കൂല. കുറച്ച് ഖിറാത്ത് അറിയണ ഒരുത്തുണ്ടാവില്ല. ഓങ്ങട് അതിൻ്റെ മഖ്റജ് ഇങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് മഗ്‌ലൂബി ശരിയാണില്ല എന്ന് പറഞ്ഞിട്ട് ഫിത്തന ഉണ്ടാക്കുക. എന്തിനങ്ങനെ ഫിത്തന ഉണ്ടാക്കുക? ഇതിനൊക്കെ പാടെ പറ്റിയ ആൾക്കാരെ കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ട് തീറ്റിപ്പോറ്റാനും അവരെ മാന്യമായി നിർത്താനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മൾ ഈ മഗ്‌ലൂബി നോക്കി കിടക്കുകയാണ്. എന്നിട്ട് അടുത്ത ആൾ വന്നു, മറ്റാൾ വന്നു, മറിച്ചാൾ വന്നു. ചില സ്ഥലത്തേക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ തന്നെ പറയും അവിടെ നിന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയും. കാരണം നല്ല ക്വസ്റ്റ്യൻ വരും. കാരണം നല്ല വിവരമുള്ള ആൾക്കാർ അവിടെ ഇരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോരാനും വയ്യ. അപ്പോൾ ചിലപ്പോൾ നല്ല നല്ല ചോദ്യങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തിട്ട് പിന്നെയുള്ള പരിപാടി എന്താ പറയുക, വേഗം കഴിച്ചിലാകണം. അവിടെ അധികം നിന്നാൽ ഞാൻ സംശയമല്ല, നിൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, അതിൽ നിങ്ങൾ വിട്ടോളി എന്ന് പറയും. കാരണം ഞങ്ങളതിനെക്കുറിച്ച് പഠിച്ചു, വെറുതൊന്നുമല്ല. ചില ആളുകൾക്ക് അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട്, നല്ല വിവരമുണ്ട്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഇങ്ങനെ ഒരു മൈക്കട മുമ്പിൽ നിൽക്കാനും പ്രസംഗിക്കാനും അങ്ങനെ ഒരു സംഭവം വലത്തില്ല. അപ്പോൾ പിന്നെ നീ ഇൽമ എവിടെയെങ്കിലും ഒന്ന് പേച്ചാണല്ലോ. അപ്പോൾ ഈ വരുന്ന ആളോട് ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ
അപ്പോൾ നോക്കുമ്പോൾ ഇവർ പറയണതൊക്കെ ശരി തന്നെയാക്കാരം, ഒക്കെ റെഡി തന്നെയാക്കാരം. ചിലപ്പോൾ സദസ്സിൽ ചോദിക്കും. അതുകൊണ്ട് കേക്കനെ പറ്റിയൊരു കഥ പറയുന്നേക്കാം. ഒരു എന്താ പറയുക, ഈ കാദിയാനി ചിന്താഗതിയുള്ളൊരു ചെറുപ്പക്കാരൻ മൂപ്പരോട് ഈ കുത്തുബിയിൽ ഇടക്കിടക്ക് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. 2-3 വട്ടം കുത്തുബിയിൽ ചോദ്യം. കുത്തുബ അങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കല്ലേ, ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ ചോദ്യം ചോദിച്ചാൽ വിഷയാവതാരകൻ ചിലപ്പോൾ പതറിപ്പോവും. അപ്പോൾ ചോദ്യം ഇങ്ങനെ പിന്നെയും വരിക ഇടക്കിടക്ക്. അപ്പോൾ മറുപടി ഇങ്ങനെ പറഞ്ഞു. ആദ്യത്തെ ആഴ്ച പറഞ്ഞു, രണ്ടാമത്തെ ആഴ്ച പറഞ്ഞു, മൂന്നാമത്തെ ആഴ്ച ഇയാൾ നീച്ചുന്നു. ഒരു ഡൗട്ട് ഉണ്ട് പറഞ്ഞു കുത്തുബയുടെ അടിയിൽ. അപ്പോൾ കേൾക്ക പറഞ്ഞു അവിടെ ഇരിക്കുക. ഇന്ന് എൻ്റെ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റൂല, ഇന്ന് അവിടെ ഇരിക്കുക. അതിൽ ഇയാൾ പറഞ്ഞു അങ്ങനെയല്ലല്ലോ, റസൂലുള്ളാൻ്റെ കാലത്ത് സഹാബികൾ നബിയോട് ചോദ്യം ചോദിച്ചിട്ടില്ലേ, റസൂലുള്ള മിമ്പർ തന്നെ ഉത്തരം പറഞ്ഞിട്ടില്ലേ പറഞ്ഞു. കേക്ക എടുത്തിട്ട് ഇത്തരറ്റ അടിയ ഇജ്ജ മുണ്ടാതെ അവിടെ ഇരുന്നു, ഇജ്ജ് സഹാബി അല്ല ഞാൻ നബി അല്ല. അതോടുകൂടി കഴിഞ്ഞ പരിപാടി. ചിലപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞ കുറേ സംഗതികൾ അങ്ങനെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അതുകൊണ്ട് ഞാൻ നമ്മൾ മനസ്സിലാക്കുന്നു പടച്ചവനോടുള്ളൊരു ഹുബ്ബ്, ഇഷ്ടം അല്ലേ. കഴുമരത്തേക്ക് കൊണ്ടുപോവുക, ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കാൻ പോവുക. അപ്പോൾ ഒരു സുന്നത്ത് നിസ്കാരമുണ്ട്, അത് വല്ലാത്തതാണ്. വലസ്തു ഉബാലി ഹൈന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യി ശിഖ്ഇൻ കാന ലില്ലാഹി മസ്റഈ. അങ്ങോട്ട് ലയിക്കുക പടച്ച റബ്ബിന്, അവൻ മാത്രം തേടാൻ, അവൻ മാത്രം പ്രതിസന്ധിയിൽ അല്ല മാത്രം, പ്രയാസങ്ങളിൽ അല്ല മാത്രം, ബേജാറ് വരുമ്പോഴും പടച്ചവൻ മാത്രം. മരച്ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊരു യുദ്ധത്തിൻ്റെ യാത്ര കഴിഞ്ഞിട്ടുള്ള തിരിച്ചുവരവാണ്. സഹാബികൾ അങ്ങിങ്ങും മാറിപ്പോയിട്ടുണ്ട്. മരുഭൂമിയിലെ റസൂലുള്ളാഹിൻ്റെ വിശ്രമമാണ്. അവിടുന്ന് കൊണ്ട് നടക്കുന്ന വാള് അവിടെ ഒരു ചില്ലയിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അതൊരു ശത്രു കാണേണ്ട താമസം. അവനൊരു കൊള്ളിയാൻ മിന്നിയ പോലെ ഇത് ഒരു സുവർണാവസരമാണ്. ഈ മനുഷ്യൻ്റെ തലയെടുക്കാൻ, ഈ വിളക്കുമാടത്ത് എറിഞ്ഞൊടക്കാൻ, ഈ നന്മയുടെ ഗോപുരത്തെ എന്നേക്കുമായി ഇല്ലാതെയാക്കാൻ ആ മനുഷ്യൻ വന്നിട്ട് നബിയെ വധിക്കുക എന്ന ഉദ്ദേശത്തോടെ വാളെടുത്ത് കയ്യിൽ പിടിച്ചപ്പോൾ പെട്ടെന്ന് റസൂലുള്ള കണ്ണങ്ങ് തുറന്നുപോയി, ഉണർന്നുപോയി. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചൊരു ചോദ്യം, യാ മുഹമ്മദ് മൻ യംനഉക മിന്നി, ആരാണ് ഈ വാളിൽ നിന്ന് നിന്നെ രക്ഷിക്കുക മുഹമ്മദേ, ഞാനിതാ വെട്ടാൻ പോവുകയാണ്. അപ്പോൾ വന്ന ഒരു മറുപടി ഉണ്ട്, അല്ലാഹ്. അതിലയാൾ ഞെട്ടിയെന്നാണ് ആ വാക്ക്, ആ ധൈര്യം, സ്ഥൈര്യം. പിന്നെ അയാളുടെ വാള് വീടുന്നാണ്, നബി തിരിച്ചെടുത്തു എന്നാണ്. തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്, നിന്നെ ആര് രക്ഷിക്കുന്നു? അയാൾക്കൊന്നും പറയല്ല. പിന്നെ ആ മനുഷ്യന് മാപ്പ് കൊടുക്കുന്ന കഥയൊക്കെ പറയുന്നുണ്ട്. ദഅ്സൂർ എന്നാണ് ആ മനുഷ്യൻ്റെ പേര് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, പടച്ചോനെ നമ്മൾ ഇഷ്ടപ്പെടും. ഒരേ ഒരു റബ്ബ്. എന്ത് വിഷമം പ്രയാസം ഒക്കെ ഉണ്ട് നമുക്ക്, ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിൻ്റെ വാതിൽ മുട്ടുവാൻ മടിക്കണ്ട, തുറക്കും ക്ഷണം വിളിയുള്ളതാ അത് സോദരാ, ഖുർആനിലായി നമ്മോട് കൽപ്പിച്ചുള്ളതാ, കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞ് നീ തേടണം വല്ലാതെ, പ്രാർത്ഥന ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാൻ അവര് പറയുന്നു നബിയിൽ നിന്ന്. ആണ് പടച്ചവനോട്ടുള്ള ബന്ധം. കൊടിയ വരൾച്ചുള്ള ഒരു കാലം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുക. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ 2ാമത്തെ വർഷം. വരൾച്ചയുടെ ആധിക്യം കൊണ്ട് ഉൽപ്പന്നങ്ങൾ, സസ്യലതാദികൾ, പഴവർഗ്ഗങ്ങൾ ഒക്കെ ഇല്ലാതെയായി തുടങ്ങി. അവിടെ ആർക്കും ഒന്നുമില്ല, പട്ടിണി തുടങ്ങുക. അപ്പോഴാണ് മദീനത്ത് കച്ചവടക്കാർ വരണം, ഏതെങ്കിലും നാട്ടിൽ നിന്ന് വരണം, സിറിയയിൽ നിന്ന് വരണം, ഷാമിൽ നിന്ന് വരണം, വിദൂരമായ പ്രവിശ്യകളിൽ നിന്ന് വരണം. അതൊക്കെ കാത്തിരിക്കുക. അത് വരുമ്പോൾ അതിലുണ്ടാവും ഭക്ഷണം. എന്ത് വില കൊടുത്താലും അവർ വാങ്ങാൻ സന്നദ്ധാണ്. അത്ര ദാരിദ്ര്യവും ഭക്ഷ്യദൗർബല്യവും. പണം അവരടുത്തുണ്ട്, പക്ഷെ ഭക്ഷ്യദൗർബല്യം. അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. അവിടെ ഒരു കച്ചവട സംഘം വരുന്നുണ്ട്. ആരുടെ കച്ചവട സംഘമാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കച്ചവട സംഘമാണ്.
അപ്പോൾ കച്ചവടക്കാർ വരികയാണ്, നാട്ടിലെ കച്ചവടക്കാർ വന്നിട്ട് വില പേശിയാണ്. വില പേശിയിട്ട് വേണം ആൾക്കാർക്ക് റീറ്റെയിലായിട്ട് വിൽക്കാൻ, ഹോൾസെയിൽ കച്ചവടം നടക്കണം ആദ്യം. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഈ സ്വത്തിന്, ഈ ധാന്യങ്ങൾക്ക് ഞാൻ 10 ഇരട്ടി പ്രതിഫലം, 10 ഇരട്ടിൻ്റെ വക ഞാൻ തരാം, എനിക്ക് വിൽക്കുന്ന. ഉസ്മാൻ പറഞ്ഞൊരു വാക്കുണ്ട്, പോരാ, അത് പോരാ, 10 ഇരട്ടി പോരാ, അതിനേക്കാൾ കൂടുതൽ വേറൊരാളിനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആൾ പറഞ്ഞു, ഞാൻ 30 ഇരട്ടി തരാം. അതും പോരാ, അതിനേക്കാളുണ്ട്. വേറൊരാൾ പറഞ്ഞു 50 ഇരട്ടി, അവിടുത്തെ വലിയ കച്ചവടക്കാരൻ, 50 ഇരട്ടിയാണ് ഞാൻ വാഗ്ദാനം ചെയ്യാം. അതിനേക്കാളും കൂടുതൽ വാഗ്ദാനം 100 ഇരട്ടി എന്നോട് ഈ സ്വത്തിന്, ഈ ധാന്യത്തിന് വാഗ്ദാനം ചെയ്ത ഒരാളുണ്ട്. 100 ഇരട്ടി എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ കച്ചവടക്കാർ അങ്ങോട്ടും കൊണ്ട് നോക്കി അന്തം വിടുക. അവരറിയാത്തൊരു കച്ചവടക്കാരനാരാ? ഇവിടെ അവരെ മാത്രമേ കച്ചവടക്കാരുള്ളൂ, കാര്യപ്പെട്ടവർ. ഇവരൊന്നും അറിയാത്ത 100 ഇരട്ടി കൊടുക്കാൻ മാത്രം അവിടെ. അപ്പോഴാണ് ഇവർക്ക് പിടികിട്ടിയത്. ഉസ്മാൻ അർത്ഥം വെച്ച വർത്താനാണ് പറയുന്നത്. 100 ഇരട്ടി കച്ചവട, 100 ഇരട്ടി ലാഭം എനിക്ക് എൻ്റെ റബ്ബ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അള്ളാഹ്ക്ക് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മദീനയിലെ മുഴുവൻ ആളുകൾക്കും സൗജന്യമായിട്ട് അന്നം കൊടുക്കുകയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അത് വല്ലാത്തൊരു സംഭവമാണ്. എല്ലാവരും ഉസ്മാനെ പറ്റി ശരിക്കും പഠിക്കണം. ഞാൻ അടുത്ത് ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി അത് പഠിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു. ചെറുപ്പം മുതൽ 20 വയസ്സ് മുതൽ ധനാഢ്യനാണ്, മരിക്കുമ്പോഴും ധനാഢ്യനാണ്. എന്നാലോ ദാനധർമ്മത്തിൽ ഓരോ സന്ദർഭത്തിൽ ഇത്ര കൂടുതൽ നബിക്ക് കൊടുത്ത ഒരാൾ പറഞ്ഞില്ല. അതാ ഉസ്മാൻ്റെ പ്രത്യേകത. ഒരു കുറവുണ്ടായിട്ടില്ല. തബൂക്കിൻ്റെ ഒരു വേളുണ്ട്, അത് വല്ലാത്തൊരു രംഗാണ്. അത് കാരണം യാത്ര പോണൊരു നേരം ഒന്നുമില്ല, ആരടുത്തൊന്നുമില്ല. അപ്പം ആരാ തരാ, എന്താ തരാനുള്ളത്? അപ്പോഴാണ് ഒരു ഭൃത്യം അങ്ങനെ വരുന്നുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭൃത്യം. ആ ഭൃത്യം വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കിഴി കൊടുക്കുക. ഉസ്മാൻ തന്നയച്ച കിഴിയാണ്. നോക്കുമ്പോൾ 1000 ദീനാറാണ്. ആ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേറ്റത്തെ വിഷമത്തിൻ്റെ കാലം പ്രവാചകൻ കരഞ്ഞുപോയി എന്നാണ് അത് കണ്ടിട്ട് സന്തോഷം കൊണ്ട് ഉമ്മ വെച്ചു എന്ന് ഗ്രന്ഥങ്ങളിൽ കാണുന്നു. ഖബ്ബലൻ നബിയുന്ന, പണത്തിന് ഉമ്മ വെച്ചു നബീന, അത്ര ദാരിദ്ര്യ. എന്നിട്ട് യാത്ര പോവുകയാണ്. ആ യാത്രക്ക് പാകപ്പെടുക. സ്വർഗത്തിൽ നിങ്ങളെ പേരുണ്ട് ഉസ്മാൻ, നിന്നൂറൈനി ഉസ്മാൻ. ഒക്കെ അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെയാണ്. റൂമാ കിണറിൻ്റെ കഥ വായിക്കുമ്പോൾ അതിലേറെ അത്ഭുതം തോന്നും. ഒക്കെ അങ്ങോട്ട് സമർപ്പിക്കല്ലേ. റൂമാ കിണർ ജൂതം പറയുകയാണ്, ഇതിന് മുസ്ലിമിന് ഇതിന് വെള്ളമില്ല, ഒരു വെള്ളം കുടിക്കാൻ പറ്റൂല, ജൂതന് കുടിക്കാൻ. അപ്പം ഇത് കിട്ടണമല്ലോ. ഉസ്മാൻ കൂടി വന്നിട്ട് പറഞ്ഞു, ഇത് വില വിൽക്കണോ ചോദിച്ചു. ആന്ന് പറഞ്ഞ വില എത്രയെന്നറിയാം. അത് സംഖ്യകൾ പലതും പല റിപ്പോർട്ടുകളിലും വന്നിട്ടുണ്ട്. എന്തായാലും ഉള്ളതിൻ്റെ എത്രയോ ഇരട്ടി വിലയാണ് പറഞ്ഞത്. കച്ചവടം നടക്കാതിരിക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ പെന്നിന് 5 ഉറുപ്പ്യക്കാണ് ഞാൻ വാങ്ങിയത്. ഇത് ഞാൻ ഒരാൾക്ക് കച്ചവടം ചെയ്യുകയാണ്, 20,000 ഉറുപ്പ്യ വേണമെന്ന് പറഞ്ഞാൽ ആരും വാങ്ങും? ഒരു മനുഷ്യൻ വലിയ സുഖമില്ലാണ്ട് പോവല്ലേ. അതേപോലെ തന്നെ അമ്മാതിരി ഒരു വിലയാണ് ഇയാൾ പറഞ്ഞതെന്നാണ് പറയുന്നത്. ഒരു കിണറിൻ്റെ വില, ആ വില പറഞ്ഞപ്പോൾ ഉസ്മാൻ പറഞ്ഞു റെഡി ചെയ്യുന്ന. പിന്നെ കച്ചവടം ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ നടന്ന കച്ചവടമാണ്, അല്ലാതെ അയാൾ മനഃപൂർവ്വം കച്ചവടം ചെയ്തതല്ല. അതാ റൂമാ കിണർ. ജനങ്ങൾക്ക് അങ്ങോട്ട് ദാനം ചെയ്ത് കൊടുത്തു. ഖിയാമം വരെ ഇപ്പോഴും അതിൽ വെള്ളമുണ്ട്. ഇപ്പോഴത് കൃഷിക്ക് ഉപയോഗിക്കുന്നു, കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അത്ഭുതം തോന്നുന്നു. അങ്ങനെ ലോകത്ത് കടന്നുപോയ മഹാരഥന്മാർ അല്ലേ, അവരൊക്കെ ഉള്ളിലൊരു തേട്ടുണ്ട്. അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടു, അവർ അള്ളാഹിനെ ഇഷ്ടപ്പെട്ടു. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. വലിയ പാഠം നമുക്കതിലുണ്ട് പ്രിയപ്പെട്ടവരെ. അവിടെ ഇനി ദാനധർമ്മത്തിൻ്റെയൊക്കെ കഥ പറയുമ്പോൾ അങ്ങനെയാണ്, പലപ്പോഴും അങ്ങനെയാണ്. ഇത് അല്ലേ, ആണും പെണ്ണും ദാനധർമ്മം ചെയ്യാമെന്നാണ് ഖുർആനിൽ അങ്ങനെ വാക്കാണ്. വൽ മുൻഫിഖീന വൽ മുൻഫിഖാത്ത്, രണ്ടുമുണ്ട്. നമ്മളെ നാട്ടിൽ അത് വലിയ ഇതിൽ, ഇവിടുത്തെ കഥ എനിക്കറിയില്ല കേട്ടോ. എൻ്റെ നാട്ടിൽ 150 പെണ്ണുങ്ങളൊക്കെ വരും പള്ളിക്ക്. ഞാനവിടെ വയത് പറയലുണ്ട്. എൻ്റെ ഭാര്യ പറഞ്ഞ് നിങ്ങളാ വയത് പറയരുത്, പെണ്ണുങ്ങളടിക്ക് പോകാൻ വയ്യാതിരിക്കും. ഒരു ബക്കറ്റ് വെച്ചാൽ ആകെ 350 നോട്ടയിൽ പോകും. പെണ്ണുങ്ങളെ ഭാഗത്തെ കഥയെ ഞാൻ പറയുന്നുണ്ട്. ഇവിടുത്തെ എനിക്കറിയില്ല, ഇവിടെ നല്ല ധർമ്മിഷ്ഠരൊക്കെ ഉണ്ടാവുണ്ടെങ്കിൽ അങ്ങനെ കേട്ടാൽ മതി. അപ്പോൾ എന്താ സംഭവം എന്നറിയോ? ഈ സാധുക്കളെ വിചാരം എന്താണെന്നറിയോ? അപ്പോൾ എന്താ നിങ്ങളാരും ഇടാത്? കാക്കു ഇടുന്നുണ്ട് അവിടെ. ആണ്, കാക്കു അവിടെ ഇടുന്നുണ്ട്. അതിമൊക്കെ ആ ഒരു കെയർ ഓഫ്മയാണ്. എന്ത് ചെയ്യും മനുഷ്യൻ്റെ കഥ. പരിശുദ്ധ മക്കയിൽ പോയിട്ട് അങ്ങനെ വരുമ്പോൾ ഒരു മല കണ്ടില്ലേ? ആ മലയുടെ ചുറ്റും ഒരു കിടങ്ങ്, ഒരു എന്താ പറയുക, ഒരു സദ്, അണക്കെട്ട്. സുബൈദ
സദ് സുബൈദ, ഹാറൂൻ റഷീദിൻ്റെ ഭാര്യ പണിത് കൊടുത്തതാ. എന്താ ധർമ്മം അല്ലേ? ഖുറൈശികൾ കളിയാക്കിയില്ലേ നബിനെ? ഒന്നിനും അരക്കായിന് വകല്ലാത്ത ഒന്ന് കളിയാക്കി, ദരിദ്രനാണെന്ന് കളിയാക്കി. അന്നൊരു പ്രഖ്യാപനമുണ്ട് മക്കത്ത്, അത് ഖദീജ ബീവിയുടെ പ്രഖ്യാപനം. എൻ്റെ സ്വത്ത് മുഴുവൻ ഞാൻ എൻ്റെ നബിക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് ആയത്ത്. അങ്ങനെ വരുന്നത്. വവജദക ആയിലാ ഫഗ്നാ, നബിയെ നിന്നെ ദരിദ്രനായി കണ്ടു, പക്ഷേ നിന്നെ നാം ഐശ്വര്യപ്പെടുത്തി. അതാ ഖദീജ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അങ്ങനെ എത്ര സംഭവങ്ങളെന്ന് പറയും. ദാനധർമ്മത്തിൻ്റെ കാര്യം, അത് ആണും പെണ്ണൊക്കെ ദാനധർമ്മം ചെയ്യേണ്ടതാണ്. ദാനധർമ്മം ചെയ്താൽ പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയും? അള്ളാഹിനോട് ദുആ ചെയ്യണം, പടച്ചവനെ ഇത് കബൂൽ ചെയ്യണം. നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യും കേട്ടോ, എന്നിട്ട് ആ നന്മയൊക്കെ നമ്മളാണ് ബാത്തിലാക്കും. അതാണ് നമ്മളൊരു കുഴപ്പം അല്ലേ? ആചാര്യ സുഖമില്ലാതെ കിടക്കണ്ട, നിങ്ങളവിടെ പോയോന്ന് ചോദിച്ചു ഭാര്യ. അല്ല പോകാൻ നേരം. എൻ്റെ മനുഷ്യ മോശമല്ലേ, ഒന്ന് പോയി നോക്കില്ല. അപ്പോൾ പിന്നെ നമ്മൾ പോവുകയാണ്. എന്തിനാ പോണത്? മോശം തീർക്കാനാ പോണത്. പോകേണ്ടത് എന്തിനാ? മുസ്ലിങ്ങൾ തമ്മിൽ 6 കടമകളുണ്ട്, അതിൽപ്പെട്ട ഒരു കടമയാണ് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചാണെന്നുള്ള നിയ്യത്തിൽ പോകുമ്പോൾ അതിനൊരു കൂലിയുണ്ട്. ഇത് മോശം തീർക്കാനാണ് അവിടെ പോയത്. എന്നിട്ട് അവിടേക്ക് ഒന്ന് പോയി അവൻ്റെ മക്കളെയൊക്കെ ഒന്ന് കണ്ട് അങ്ങനെയാണ് പോകുന്നു അല്ലേ? മരിച്ചോടത്ത് പോയത് എന്തിനാ? അതിനെന്നെ. മരിച്ചോടത്ത് പോയി വന്നപ്പോൾ ഭാര്യ ചോദിച്ചു, നിങ്ങൾ ശുക്കൂറിനെ കണ്ടില്ലേ ചോദിച്ചു. ശുക്കൂറിൻ്റെ വാപ്പയെ മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓനൊന്ന് കൈ കൊടുക്കണം, ഓനെ ബോധ്യപ്പെടുത്തണം ഞാൻ ഇവിടെ എത്തി എന്നുള്ളത്. അത് നടന്നു അല്ലേ? കല്യാണത്തിന് എന്തിനാ പോണത്? അവിടെ നിന്ന് ബോധ്യപ്പെടുത്തണം, ആളെ കാണണം. ഈ ഒരു അല്ലേ, നമ്മൾ ചെയ്യുന്ന ഒരുപാട് നന്മകളാണ് ഇതൊക്കെ. നീയത്തൊന്ന് നന്നാക്കി നോക്കുക, എത്ര കൂലിയായി നമുക്ക് കിട്ടുക. നമ്മളാ കൂലിയൊക്കെ കളഞ്ഞു കുളിച്ചില്ലേ? ഒരു ബക്കറ്റ് ഇങ്ങനെ വരികയാണ് ദാനധർമ്മം, വയലിൻ്റെ ആവേശത്തിൽ 100 റുപ്യ അങ്ങോട്ട് ഇട്ടേ അല്ലേ? പിന്നെ നമ്മളെന്ത് ചെയ്താൽ മതി? അള്ളാഹിനോട് ദുആ ചെയ്താൽ മതി, പടച്ച റബ്ബേ ഇത് കബൂൽ ചെയ്യണം, പരലോകത്ത് എനിക്കതൊരു മുതൽ കൂട്ടാക്കി തരണം, കണ്ണും ചിമ്പി പടച്ചവനോട് ദുആ ചെയ്താൽ മതി. പക്ഷെ നമ്മളെന്താ ചെയ്യുക? ആ ബക്കറ്റ് നമുക്ക് ഇങ്ങനെ നോക്കും, അതിങ്ങനെ നീങ്ങിപ്പോട് ഇങ്ങനെ നോക്കും. എന്നിട്ട് ആസ്വാദനം ഉണ്ട്. അയാൾ എത്രയുണ്ട്? അയാൾ 50, മറ്റേ ആൾ 30, 100ൻ്റെ തൊട്ട് മറ്റേ ഒട്ടും. ഇപ്പം 100 ഇട്ടിക്കണത് ആ ലെവലിൽ ഇങ്ങനെ ഏതോ ഒരാൾ 500 ഇട്ടു. അങ്ങനെ വലിയ പൈസക്കാരുണ്ട് അവിടുത്തെ. അയാളെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ണ് പോണത്. അങ്ങനെ മൂപ്പര് ഇങ്ങനെ ഇതാക്കിയിട്ട് മൂപ്പരൊരു പുയ്ത്തരി 20ൻ്റെ ഒരു നോട്ടുണ്ട്, അതങ്ങോട്ട് ഇട്ടു. അപ്പോൾ പിന്നെ മനസ്സ് തോന്നി, എൻ്റെ റബ്ബേ ഞാൻ എന്തേപ്പം കാട്ടി, എന്തിനേപ്പം ഞാൻ 100 ഇട്ട്, എന്തേപ്പം ഉണ്ടായത്? ആ 100 വെള്ളത്തിലായി, ആ 100 ഒരു കടലാസായിപ്പോയി, അതല്ലേ ഉണ്ടായത്. അങ്ങനെ എത്ര നന്മകളാണ് നമ്മൾ ചെയ്യണം, ഒക്കെ ധവളായി പോയില്ലേ, വെണ്ണീർ പോലെ പാറിപ്പോയില്ലേ. ഓരോ കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് നോക്കും. ഒരു ഫലിതായിട്ടല്ല ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ഒരുപാട് നന്മകൾ അതങ്ങോട്ട് വെറുതെ പോവുക. മരിച്ചോടത്ത് പോണതടക്കം എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ. ഒരു സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുമ്പോൾ എൻ്റെ നബി പറഞ്ഞതാണ് അത്തബസ്സുമു സദഖ എന്നുള്ള നീയത്തോടു കൂടി, ഇത് ദീനാണെന്നുള്ള നീയത്തോടു കൂടി അല്ലേ? ഒന്നാളൊരു 50 റുപ്യ തന്നെയെന്ന് ഒന്ന് ചിരിച്ചു കൊടുക്കുക, നീ ചിലപ്പോൾ 100 റുപ്യ കിട്ടിയാലോ എന്നുള്ള നിലക്ക് ആ ചിരി കൊണ്ടൊന്നും സംഗതി നടക്കൂല കേട്ടോ. നമുക്കുള്ള കുഴപ്പങ്ങൾ അതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അവസരങ്ങൾ എത്രയോ അള്ളാഹ് നമുക്ക് വാരിക്കൂരി തന്നില്ല, അത് ഉപയോഗപ്പെടുത്താറുണ്ട്. എന്തൊരു സൗഭാഗ്യം എന്നറിയാം. അതുകൊണ്ട് പടച്ച റബ്ബിലേക്ക് അടുക്കുക എന്നുള്ളതാണ് ഈ റമദാൻ. അതാ നമ്മളോട് പറഞ്ഞു തരുന്നത്. എല്ലാ പാപം അല്ല പൊറുക്കുമല്ല. ആ അല്ല നമ്മളെ വിളിക്കണൊരു വിളിയുണ്ട്, യാ ഇബാദി, എൻ്റെ അടിമകളെ. ആരനെ വിളിച്ചത്? ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫൂ അല്ലേ? തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ട് സ്വന്തം ശരീരത്തോട് ധിക്കാരം കാണിച്ച ആളുകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആശമുറിയരുതേ. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാം പുറത്തു തരുന്നവനാണ്. എല്ലാ പാപം അല്ല പുറത്തു ഉണ്ടാവും. എന്നിട്ട് ആ വിളി പോലും യാ ഇബാദി. ദീനെപ്പോഴും അങ്ങനെയാണ്, ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. നോമ്പായിട്ട് 2 ചെറുക്കന്മാർ നേരാകാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു പള്ളിക്ക് ഒതുണ്ടാക്കുകയാണ്. ഒതുണ്ടാക്കുമ്പോൾ ഇവിടുത്തെ 2 കാരണന്മാരുണ്ടാവും, ഇങ്ങനെ അടിമുടി നിരീക്ഷിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ ചെറുക്കന്മാരോട് കയറി നമുക്ക് എൻ്റെ ഞെരിയാണി നനഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഈ വൈക്കുണ്ടാവുമോ? ഓനെ അങ്ങോട്ട് ഒഴിവാക്കിയെന്ന് അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളഞ്ഞില്ല എത്ര മനുഷ്യന്മാർ. ദഅവത്ത് പറഞ്ഞാൽ അങ്ങോട്ട് ചേർത്ത് പിടിക്കുക, ഒരാളെ ഇങ്ങോട്ട് ചേർത്ത് പിടിക്കുക എന്നല്ലാതെ ഉള്ളവനെ അങ്ങോട്ട് പായിപ്പിക്കണ ഒരു സമ്പ്രദായം ഇത് നമുക്ക് പറ്റുമോ? അവിടെ നമ്മൾ ആത്മപരിശോധന ആവശ്യമായി വരും. അങ്ങനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യുമ്പോൾ എന്തൊരു രസമാണ്. ചില ഖിറാത്തുകളൊക്കെ കേട്ട എന്തോ ഒരു രസമാണ്, അത്ഭുതം തോന്നി. ഞാൻ പെരിന്തൽമണ്ണ ഒരു പള്ളിയിൽ നിന്ന് ഒരു ഖിറാത്തുണ്ട്, ഞാൻ താല്പര്യമാണ് അങ്ങനെ കേട്ട്, നമ്മളറിയില്ല, അങ്ങനെ രസമായിട്ട് അങ്ങനെ നിന്ന് പോകും. അതൊരു അള്ളാഹു കൊടുത്തൊരു കഴിവാണ്.
നമ്മൾ അംഗീകരിക്കണം. എല്ലാവർക്കും അതില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യമുണ്ട്, അള്ള ഉണ്ട് എന്നുള്ളതിന് എന്താ തെളിവ്? അതിനൊരു മറുപടി ഉണ്ട്, ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും വ്യത്യസ്തമായ ശബ്ദമാണ്. വ്യത്യസ്ത ശബ്ദമാണ് എല്ലാവർക്കും ഒരേ ശബ്ദം കൊടുത്തിട്ടില്ല. അല്ല, എല്ലാവർക്കും കൊടുത്തിട്ടില്ല. ഒരേമാതിരി ശബ്ദം കൊടുത്താലുള്ള കഥ എന്താ? വ്യത്യസ്ത ശബ്ദമാണ്. അതുകൊണ്ടാണല്ലേ മിമിക്രി ഒരു കലയായത്. ഒരാളെപ്പോലെ അയാൾക്കേ പറയാൻ പറ്റുള്ളൂ. ഒരു ഫോൺ കോളിൽ തന്നെ നമുക്ക് എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്തുനിന്ന് നമുക്ക് ആളെ തിരിയും. അത് ഇന്ന ആളാണല്ലോ വർത്താനം പറയുന്നത്. അത്ര കൃത്യ ശബ്ദം. ഒരു ഉമ്മാക്ക് 10 മക്കളുണ്ടെങ്കിൽ 10 ശബ്ദം. വലിയ അനുഗ്രഹ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൈ പിടിക്കുന്നുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു, അസ്സലാമു അലൈക്കും. പിന്നെ ഒരു ആലിംഗനമുണ്ട്. ആ ആലിംഗനത്തിലും കണ്ണീരിലും റസൂലുള്ളാഹിക്ക് ബോധ്യമായി ഈ ശബ്ദം ആവശ്യമാണ്. അങ്ങനെ ബിലാലിനെ ബാങ്ക് വിളിക്കാരനാക്കണം. ബിലാലിൻ്റെ ബാങ്ക് കേട്ടാൽ ഇരിക്കാൻ കഴിയില്ല എന്നാണ്. താനങ്ങോട്ട് ഒഴുകും. കാന്തശക്തിയാണത്. പിടിച്ചു വലിക്കുന്ന ശബ്ദ സൗന്ദര്യമാണ്. ഇത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. നിങ്ങൾ ആലോചിച്ചു. MT വാസുദേവൻ നായരുടെ ഒരു പ്രസംഗം ഞാൻ കോഴിക്കോട് ടാഗോർ ആളെന്ന് പണ്ട് കേട്ടിട്ടുണ്ട്. അയാൾ പറഞ്ഞ്, ഈ ദുബായിലേക്ക് പോയപ്പോൾ അവിടുത്തെ ബാങ്ക് കേട്ടിട്ട് ഇയാൾ ഞെട്ടിപ്പോയി. ബാങ്കിൻ്റെ ഒരു സൗന്ദര്യം അന്നാണ് ഞാൻ അറിഞ്ഞതെന്നാണ് ഇയാൾ പറയുന്നത്. കൂടല്ലൂരും പൊന്നാനിയിലും തൃത്താലയിലും ഒക്കെ ഞാൻ ബാങ്ക് കേട്ടിട്ടുണ്ട്. പക്ഷേ അത്ര സൗന്ദര്യമുണ്ടെന്ന് ഈ ബാങ്ക് എനിക്കറിയില്ലായിരുന്നു എന്ന് അയാൾ പറയുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെയാണ്. ഇത് ഖുർആനും അങ്ങനെ തന്നെയല്ലേ. അത് കേൾക്കേണ്ട പോലെ കേട്ടോക്കി നിങ്ങൾ. അതൊരു പവറാണ്, അതൊരാകർഷണീയമാണ്, അത് വിശുദ്ധ വചനമാണ്, അത് അള്ളാഹിൻ്റെ കലാമാണ്. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പാറക്കല്ല് കയറ്റി ഉമയ്യത്ത് മർദ്ദിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ട്, അഹദ് അഹദ് അഹദ്. അള്ളാഹിനായിട്ടുള്ള ബന്ധമാണ്. റബ്ബിനെയാണ് എനിക്കിഷ്ടം എന്ന് പ്രഖ്യാപിക്കായിരുന്നു ബിലാൽ. കാലത്ര അത്ഭുതമാണ്. ബദറിൻ്റെ ഒരു യുദ്ധം നടക്കുകയാണല്ലോ. തൻ്റെ യജമാനനായ ഉമയ്യത്ത് മറുവശത്തുണ്ട്. ആരാ ഉമയ്യത്തിനെ കൊന്നത്? ബിലാലാകുന്നത്. കാലത്തിൻ്റെ മധുരപ്രതികാരം. ഉമയ്യത്തിന് മാപ്പ് കൊടുക്കുന്നുണ്ട് ഒരാൾ. പക്ഷെ ബിലാലിനത് സഹിച്ചില്ല. ബിലാൽ പോയിട്ട് ആ മനുഷ്യൻ്റെ കഥ കഴിച്ചു. ഇന്നലകളിലെ പ്രതിസന്ധികൾക്ക്, ഇന്നലകളിലെ കണ്ണുനീരുകൾക്ക് പാറക്കല്ല് കയറ്റിയിട്ട് മണലാരണ്യത്തിലൂടെ വലിച്ചഴച്ചിട്ട് ക്രൂരമായ മർദ്ദനം, പ്രയാസങ്ങൾ ഒരുപാട്. റസൂലുള്ളാഹിനെ പറ്റി ബിലാലിൻ്റെ ഓർമ്മ മറ്റൊന്നുമല്ല. ഞാൻ എൻ്റെ മുഖത്ത് നോക്കി ആദ്യമായി ചിരിച്ചൊരു മനുഷ്യൻ്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. പഠിക്കണം. അച്ഛനെ ഉൾക്കൊണ്ടു. പിന്നെയോ ഇവിടെ എല്ലാമായി മാറി, ബാങ്ക് വിളിക്കാരനായി മാറി. പലരോടും പറയാത്തത് ബിലാലിനോട്, ആയിഷ ബീവിയോട് പറയാത്ത കാര്യം പോലും ബിലാലിനോട്. ഒരു രാത്രി നബി അങ്ങ് കരയുകയാണ്. രാത്രി മുഴുവൻ കരയുന്നു. ആയിഷ ചോദിക്കുന്നു, എന്തിനാണ് കരയുന്നത്? മറുപടിയില്ല. അന്ന് വിതുമ്പി കരയുകയാണ്. സുബഹിന്റെ ബാങ്കിന്റെ സമയമാകുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു വരുന്നു. അപ്പോഴാണ് ആയിഷ ബീവി പറയാണ്, കരയുകയാണ് നബി, രാത്രി മുഴുവൻ കരയുകയാണ്. എന്തിനാണെന്ന് ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ല. അപ്പൊ ബിലാൽ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മാ യുബ്കീക, പുലരുവോളം നിങ്ങളെ കരയിപ്പിച്ചതെന്താണ്? അപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്, ബിലാലേ, ഇന്നലെ രാത്രി ജിബ്രീൽ വന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض سبحانك ما هذا باطلا وقنا عذاب النار. ഈ രണ്ടായത്തിറക്കി തന്നു. കരയാനുള്ള കാരണം ആയത്തിറക്കിയതല്ല. ഈ ആയത്ത് ഒരു കാലത്ത് എൻ്റെ സമുദായം ഇത് പാരായണം ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി അവർ ഓർക്കാതെ പോകുമോ എന്നോർത്തിട്ട് നബി കരയുകയാണ് എന്നാണ്. നമ്മൾ എത്ര വട്ടായത്തോതി നമ്മൾ ഓർത്തോ? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, രാവു പകലുകളുടെ മാറ്റം, ഇരുന്നും നിന്നും റബ്ബിനെ ഓർക്കുന്നവർ, എന്നിട്ട് പ്രഖ്യാപിക്കുന്നവർ, റബ്ബേ, ഇത് നീ വെറുതെ പടച്ചതല്ല, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കേണമേ. എല്ലാം അള്ളാഹുവിലേക്ക് ബന്ധപ്പെട്ട് കിടക്കുക.
നമ്മൾ ഓർക്കണം, നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, പടച്ച റബ്ബ് അള്ളാഹ് നമ്മളങ്ങോട്ട് ഇഷ്ടമാകണം. അപ്പം അങ്ങനെ നമ്മൾ അമൽ ചെയ്യും. നമ്മളെ അമലൊക്കെ അള്ളാഹ് പറഞ്ഞത് നമ്മളെ നന്നാക്കാനാണ്. അതും കൂടി നമ്മൾ മനസ്സിലാക്കട്ടോ. നമ്മൾ ഈ നിസ്കരിച്ച ആർക്കും അതിൻ്റെ ഗുണം? അത് ഞമ്മക്കാണ്, പാപ്പാക്കല്ല. ഉമ്മ ഒരു തൊയിലും കൊടുത്തരായിട്ടാണ് പള്ളിക്കലേക്ക് വന്നത്. ഇജ്ജ് പോണില്ലടാ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോവുകയാണ് പറഞ്ഞിട്ടാണ് വരുന്നത്. അതല്ല, അത് അള്ളാഹ്ക്ക് വേണ്ടി വരിക. അങ്ങനെ പടച്ചോനല്ലേ. കാരണം നമ്മളാ നന്നാകണത്, വേറെ ആരുമല്ല. നമ്മൾ നന്നാകുകയാണ്. നിസ്കാരം അങ്ങനെയാണ്, നോമ്പ് അങ്ങനെയാണ്, ഹജ്ജ് അങ്ങനെയാണ്, സക്കാത്ത് അങ്ങനെയാണ്. ഒക്കെ സ്വയം നന്നാകുക. ഹജ്ജ് ചെയ്ത ആളെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞ തന്നെ, സ്വീകാര്യയോഗ്യമായ ഹജ്ജ് ചെയ്തവൻ ഇന്ന് പെറ്റ കുഞ്ഞിനെ പോലെയാണ്. കുഞ്ഞെത്ര നിഷ്കളങ്കനാണ്. അല്ലാഹു അയ്യാമത്തുഫൂലത്തി ഇന്നഹാ അലാ അഹ്ലിഹാ ഇന്നി വഹന ഉമാലിയ ലയാലി അളുന്നുൽ കൗന ഇർസി ഫഇന്നനി. ഒരു കുട്ടിയുടെ ഭാവമാണ്. ആകാശത്തെ നക്ഷത്രങ്ങൾ തൻ്റെതാണെന്ന് അവൻ കരുതുന്നത്, മാനം അവൻ്റെതാണെന്ന് കരുതുന്നത്. അത്ര നിഷ്കളങ്കനാണ് കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ തലത്തിലേക്ക് ആരെത്തുകയാണ്? ഒരു ഹജ്ജ് ചെയ്തവനെത്തുകയാണ്, സ്വീകാര്യയോഗ്യമായ ജീവിതം. അവിടെയാണ് കണ്ണോട്ടം പറഞ്ഞൊരു കഥ ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്. കണ്ണ് കാണാത്തൊരു മനുഷ്യന് തൂക്കുവാലത്തുമ്പം കൂടെ അങ്ങനെ വരുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരാൾ ഇത് രസ്തനിങ്ങനെ കുലുക്കുന്നുണ്ട്, പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ. ഒരു രസ്തനിങ്ങനെ കുലിക്കുക. അങ്ങനെ വല്ലാതെ കുലിക്കിയപ്പോൾ എനിക്ക് പേടിയായി, കണ്ണ് കാണാത്ത ആൾക്ക് പേടിയായി. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഹാജിയരെ ഒന്ന് ആൾക്കാരിക്കും പേടിയാകുകയാണ്. ഹാജിയരെ അന്തപ്പെട്ടു. അനക്കെങ്ങനെയാണ് മനസ്സിലായി ഞാൻ ആചാരാണ്? ആചാര്യന്മാരല്ലാതെ ആരെങ്ങനെ ചെയ്യാന്ന് പറഞ്ഞൊരു കഥ ഉണ്ട്. ഞാൻ ആചാര്യന്മാരെ ആക്ഷേപിക്കല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. കാരണം ചില സംഗതികൾ അങ്ങനെയാണ്. ഞാൻ ചില അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. കമ്മിറ്റിയിൽ എടുക്കാത്തതുകൊണ്ട് മൂപ്പര് തെറ്റി. മൂപ്പര് പറഞ്ഞു, ഞാനിപ്പോൾ ഹജ്ജ് ചെയ്ത് വന്ന് ഇവിടെ ഞാനല്ലാതെ ആരാന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ എന്താ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കഥ? സുഫിയാൻ സൗരിനെ പറ്റി പണ്ട് പറഞ്ഞില്ലേ, അദ്ദേഹത്തെ വിരുന്നിന് ക്ഷണിച്ചിട്ട് ഒരാൾ പറഞ്ഞാണ്, ഞാൻ ആ 3ാമത്തെ ഹജ്ജിന് പോയപ്പോൾ കൊടുന്ന പാത്രം ഉണ്ടല്ലോ, അതിലിങ്ങോട്ട് കൊടുന്നാൽ മതി എന്നാ. 3ാമത്തെ ഹജ്ജിന് പോയപ്പോൾ വന്ന പാത്രത്തിൽ കൊണ്ടുവരുന്നു. അപ്പം സുഫിയാൻ സൗരി പറഞ്ഞൊരു വാക്കുണ്ട്, ഈ 3 എന്തായി 3ഉം ബാത്തിലായി, 3 ഹജ്ജും ബാത്തിലായി. ഞാൻ 5:30 നിർത്തണം എന്ന് കരുതി. അത് എഴുത്ത് വന്നത് അടുത്ത പ്രഭാഷകനില്ല എന്നാണ്. അപ്പോൾ അത് കുറച്ച് സഹിക്കണങ്ങൾ കേട്ടോ. കുറച്ചും കൂടി ഞാൻ നീട്ടും, വല്ലാതെ നീട്ടാൻ എനിക്ക് വയ്യ. കാരണം ഇതിൽ എഴുതിക്കണത് 5:50 വരെ നീട്ടുക എന്നാണ്. അപ്പോൾ 5:45 വരെയൊക്കെ നീട്ടാം കേട്ടോ. ഒരു 15 മിനിറ്റ് നീട്ടി നോക്കാം ഇൻഷാ അല്ലാഹ്. കാരണം നമ്മൾ ഇത് കഴിഞ്ഞ് എൻ്റെ ചെറിയ കുട്ടി ഹാഫിളാണ്, അൽഹംദുലില്ലാ. അവന് 8ാം ക്ലാസ്സിലാണിപ്പോൾ. അവനിട്ട് തറാവീന് പോകണം, ഇശാ നേരത്ത് പോകണം. 12 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു പള്ളിയാണ് ഏറ്റെടുത്തിരിക്കണത്. കഴിഞ്ഞ കൊല്ലമുണ്ട്, അടുത്ത മുന്നത്തെ കൊല്ലമുണ്ട്. ഇത് 3ാമത്തെ തവണയാണ്. അപ്പോൾ ഓനക്ക് ഞാനില്ലെങ്കിൽ ശരിയാവില്ല. ഓൻ പറയും, അവർ പറയും വന്ന് കൊണ്ടുപോയിക്കൊണ്ട് നിങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ എൻ്റെ നിഴലിങ്ങൾ കണ്ടിട്ടാണ് ഓനക്ക് സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഈ 2 റക്അത്ത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് പൊന്തണ്ട് എന്നാണ്. അങ്ങനത്തെ സംശയങ്ങളാണ് ഉണ്ട്. ഈ തറാവി കഴിഞ്ഞ് ഈ 2 റക്അത്ത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം ഇരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊന്നും ഇഞ്ച് ബേജാറാകണ്ട, ജിന്നെ നോക്കിയാൽ മതിയാണ്. അപ്പോൾ ആ നിഴൽ നോക്കിയിട്ട് ഓൻ ആ നിഴലുമ്പോൾ അങ്ങനെ നോക്കും. എൻ്റെ തലയാണ് പൊന്തുമ്പോൾ ഓനങ്ങനെയാണ് പൊന്തും. അപ്പോൾ അതങ്ങനെയാണ് ശീലിച്ചിരിക്കുകയാണ്. കുട്ടിയായതുകൊണ്ട് പോവുകയാണ്. പടച്ചോനെ നിലനിർത്തി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ എപ്പോഴും ഞാൻ തേടുകയാണ്. കാരണം അത് നിലനിൽക്കുക എന്നുള്ളൊരു പ്രശ്നമാണ്. നമ്മൾ മക്കളിപ്പോൾ ഞാൻ ഇവിടെ ഒരു ഹാഫിളായ കുട്ടിനോട് ഞാൻ പരിചയപ്പെടുകയായിരുന്നു. എനിക്കെപ്പോഴും വലിയ ഇഷ്ടമാണ്. എന്താ സംഭവിച്ചെങ്കിൽ ഈ മക്കളെ നിലനിർത്താൻ കഴിയണം. ഇവിടെ അൻസാറിൻ്റെ ഹിഫ്ള് കോളേജ് ഉണ്ട്, പലയിടത്തും ഹിഫ്ള് നടക്കുന്നുണ്ട് അല്ലേ? നമ്മളൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? ആ സ്റ്റഡിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം എന്താണെന്നറിയോ? ഒരു 10% കുട്ടികൾ പോലും പിന്നെ ഈ രംഗത്തില്ല. ഇത് പഠിച്ചിട്ട് 10% മക്കൾ ഈ രംഗത്തില്ല. അപ്പോൾ അവരേ ഉള്ളൂ. ബാക്കിയുള്ള 90% എവിടെ പോയി? അതിന് കാരണമുണ്ട്. അതിന് കാരണം എന്താ? നമ്മളെപ്പോലുള്ള ആൾക്കാർ തന്നെ കാരണക്കാർ. ഒരു കുട്ടി പള്ളിയിൽ ഇമാമക്ക് കാരണം അപ്പം മീറ്റിംഗ് കൂടി ശരിയാവില്ല. ഈ തക്ലീഫില്ലാത്ത കുട്ടികളെ നിർത്തി എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ആകെ ബേജാറാക്കി ഫിത്തന ഉണ്ടാക്കി. അങ്ങനെ അല്ലേ? ശരിയാവില്ലാന്ന് കൂട്ടി കളിക്കണേ ഞാൻ കണ്ടു. കുട്ടി കൂട്ടിയല്ല, പിന്നെന്താ കളിക്കുക? ഒന്നാണ് കളിച്ചോട്ടെ എന്ന്. കുട്ടിയല്ലേ ഇത്, നമ്മൾ ഉൾക്കൊള്ളണ്ടേ? നമുക്കത് പറ്റൂല. നമുക്ക് അങ്ങനെ മലക്കുകളമായിട്ടുള്ള കുട്ടികൾ വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ കുട്ടികളെ നമ്മൾ ഉൾക്കൊള്ളണം, അംഗീകരിക്കണം അല്ലേ? 9 വയസ്സുള്ള സഹാബി പറയുന്നുണ്ട്, എനിക്ക് 9 വയസ്സേ പ്രായമായിട്ടുള്ളൂ. നിസ്കാര നിയമമായ കാലമാണ്. അപ്പോഴാണ് റസൂലുള്ളാഹിൻ്റെ അടുത്ത് നിൻ്റെ ബാപ്പ ഇങ്ങനെ വരുന്നുണ്ട്. ആരാ ഇമാമുക്കേണ്ടത് എന്നറിയാതെ ഞങ്ങളെ പ്രവിശ്യയിൽ നിസ്കരിക്കാൻ നിൽക്കുക ഞങ്ങൾ. അപ്പോൾ ബാപ്പ പറഞ്ഞു,
നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖുർആൻ അറിയുന്നവനാണ് ഇമാമ് നിൽക്കേണ്ടതെന്ന് റസൂലുള്ള പറയുന്നു. അന്ന് എല്ലാവരും എന്നെ നോക്കി, എനിക്ക് നല്ല ഖുർആൻ അറിയാമെന്ന്, എന്നാണ് ഇമാമ് നിർത്തിയെന്ന്. ഞാൻ ഇമാമ് നിസ്കരിച്ചു. 9 വയസ്സാണ് ആ സഹാബി. ആ ഹദീസിൻ്റെ കൃത്യമായ പദാനുപദങ്ങൾ ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല, ഞാനത് വായിച്ചാണ്. അത് ബുഖാരിയിൽ വന്ന ഹദീസ് കൂടിയാണ്. അതങ്ങനെയുള്ള സംഗതി. നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കണം. സംഗതി ഞാൻ ആരെയും അടച്ചാക്ഷേപിക്കുമെന്നല്ല കേട്ടോ. ചിലപ്പോൾ ഈ ഇമാമ് നിന്ന് കുട്ടികൾ മുഴുവൻ മറക്കുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. അങ്ങനെ ഉണ്ട് ചില കുട്ടികളങ്ങോട്ട് ഇമാമക്ക് പോലെ പിന്നെ ഏതോ ഹാലിൽ അങ്ങനെ ആകുമ്പോഴും പ്രശ്നമാണ്. അതല്ല ഈ പറയുന്നത്. പൊതുവേ ഈ മക്കൾക്ക് പ്രോത്സാഹനം കൊടുക്കുക, അവരെ കൂടെ നിർത്തുക. കാരണം ഖുർആൻ വല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് അള്ളാഹിൻ്റെ കലാമാണ്. ഇത് ഹൃദയത്തിൽ വന്നാലുണ്ടല്ലോ ഹറാമുകളിൽ നിന്ന് കുറയും നമ്മൾ. ഇത് ഹൃദയത്തിൽ നിന്ന് എപ്പോൾ പോകുന്നറിയോ? നമ്മൾ ഹറാമ് നമ്മളെ ജീവിതത്തിൽ കൂടുതൽ വന്നാൽ ഈ സാധനം പോവുകയും ചെയ്യും. അതാണ് ചില ആൾക്കാർ ഖുർആൻ ക്ലാസ്സിന് വന്നിട്ട് പറയുന്നതാണ്, എനിക്കെന്താ അറിയില്ല, പഠിച്ചാൽ നിൽക്കണില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അതിൻ്റെ അർത്ഥം എന്താ വെച്ചെങ്കിൽ എന്തൊക്കെ വേറെ ഏർപ്പാടുകളും ഒപ്പര പിടി കൂടിയിട്ടുണ്ട്. ആരെയും നമ്മൾ കുറ്റപ്പെടുത്തല്ല കേട്ടോ. എൻ്റെ നാട്ടിൽ നിസ്കരിക്കാൻ അവൽ സഫിലുള്ള ഒരാളുണ്ട്. മൂപ്പരെ ഇടയ്ക്ക് മൂപ്പരെ പിന്നെ വേറൊരാൾ പറഞ്ഞപ്പോഴാറുണ്ട്, മൂപ്പർക്ക് മാറ്റാൻ കഴിയാത്തൊരു ദുശ്ശീലമുണ്ട്. മൂപ്പർക്ക് അത് മാറ്റാൻ കഴിയുന്നുണ്ട്. എത്ര മക്കളൊക്കെ പൈസ കൊടുക്കും, മൂപ്പർക്ക് എല്ലാം കൊടുക്കും, എന്നാലും ഈ പടപ്പ് പോയിട്ട് ലോട്ടറി എടുക്കും. മൂപ്പരത് പണ്ട് പഠിച്ചതാണ്. അതിലൊരു റങ്കുണ്ട് മൂപ്പർക്ക്. അതിങ്ങനെ എടുത്തിട്ട് ആ പേപ്പറിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു നമ്പറിന് 2 ലക്ഷം പോയി എന്നിട്ട് അപ്പോൾ അതൊരു അതിലേക്കാണ് വീണു. പിന്നെ ഇതൊരു ആസ്വാദനമാണ്. ഈ പോയി എന്ന് പറയുന്നത് ഒരു രസമാണ് മൂപ്പർക്ക്. അതൊരു രസമാണ്. അപ്പോൾ ഞാനിത് ശരിയാന്ന് നോക്കാൻ വേണ്ടി മൂപ്പര് അങ്ങനെ തന്നെയാണ്. എന്താ ചെയ്യുക? ആൾക്കാരൊക്കെ പറയും മൂപ്പര് എന്നിട്ട് ആരും കാണാൻ. മൂപ്പര് പിന്നെ പരിസരത്തൊന്നും ഇല്ലാതെ പെരിന്തൽമണ്ണക്കൊക്കെ പോകും. ഞങ്ങളവിടുന്ന് 15 കിലോമീറ്റർ പെരുന്നാൾ. അവിടെ പോയിട്ട് മൂപ്പർക്ക് അതൊരു രസമാണ്. എന്നാലും എല്ലാ അമലുകളും ഉണ്ട്. നമ്മൾ അന്തം വിട്ടു പോകും. നമ്മളെക്കാൾ നല്ലൊരു മനുഷ്യൻ പലപ്പോഴും എന്താ ചില ശീലങ്ങൾ അങ്ങനെയാണ്. അത് മാറ്റാൻ കഴിയും. അത് മാറ്റണം. റമദാൻ എന്ന് പറഞ്ഞ സംഗതി അതിനൊക്കെയാണ്. അതുകൂടി നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിലേക്കുള്ള ഒരു യാത്രയാണ്. നമ്മുടെ ഗർഭാശയം വിട്ടത് മുതൽ സഫറാണ്. അടുത്തുള്ള ക്യാമ്പും സോദര ഖബറാണ്. ഖബറിൽ കടക്കും നമ്മളെല്ലാം സോദരേ, അഴുകുന്നതാണീ മാംസമെല്ലാം പെങ്ങളെ. ചിന്തിച്ച് നോക്ക് സഹോദര, ഹക്കല്ലയോ ദൈനംദിനം നടക്കുന്ന ദതിലേക്കല്ലയോ. മിനൽ മഹദിയിലെ ലഹദീന, തൊട്ടിൽ മുതൽ കട്ടിൽ വരെ മനുഷ്യ ജീവിതം അതാണ്. അതിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഈ സംഗതികളൊക്കെ. അവിടെയാണ് ഈ നന്മകൾ വാരിക്കൂട്ടാൻ അല്ലാഹു അവസരം നമുക്ക് പ്രദാനം ചെയ്തു തന്നത്. കരുണാമയനാണ് റബ്ബ്. അങ്ങനെയാണ് അവൻ ലൈലത്തുൽ ഖദറിൻ്റെ സാധ്യതകളുള്ള രാത്രികളിൽ നമുക്ക് ആയുസ് തന്നത്. ഒക്കെ അത്ഭുതമല്ലേ? ആയുസ് ആകെ നമുക്ക് 70 കൊല്ലം 60 കൊല്ലറ്റേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഈ ആയിരക്കണക്കിന് 10,000കണക്കിന് കൊല്ലം അല്ലേ, ആയിരക്കണക്കിന് കൊല്ലം ജീവിച്ച നൂഹ് നബിയുടെ കാലത്തുള്ള ജനതയേക്കാൾ കൂടുതൽ പുണ്യം ചെയ്ത പദവിയിലേക്ക് നമ്മൾ കയറിപ്പോവുകയാണ്. അതിൻ്റെ ടെക്നിക്കാണ് അള്ളാഹ് ചെയ്തത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നിച്ച് ഈ റബ്ബിലേക്ക് അടുക്കണം, അവൻ്റെ സ്വർഗത്തിലേക്ക് പോകണം. ഇത് മുഅത്തയുടെ യുദ്ധമാണ്. ആ യുദ്ധം കഴിയുമ്പോൾ മദീനയിൽ ഒരു സന്തോഷ വാർത്ത വരുന്നുണ്ട്. യുദ്ധത്തിൽ വിജയിച്ചു. ആ യുദ്ധത്തിലെ കൊടിവാഹകൻ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. കൊടി പിടിച്ചിരുന്നതാണ്. ബദറിലൊക്കെ അങ്ങനെ കൊടി പിടിച്ചത് കാണാം. എന്താ ഈ കൊടിയില്ലേ? വളർക്കൊടി 3 കെട്ടിടയതിലുണ്ട്, അബിയൽ വർണ്ണമതാ പിൻരണ്ടും അസ്വദുമാമേ. ഒരു സംഘം എവിടെ നിൽക്കണമെന്ന് ദൂരത്തുനിന്ന് അറിയാം. അതിൻ്റെ ലീഡർ എവിടെ നിൽക്കണമെന്ന് അറിയാം. നമുക്കറിയാം, ചില ഉംറ സംഘങ്ങളൊക്കെ ഈ മക്കത്ത് പോയാൽ കാണാം, അതിലൊരു കൊടി പിടിച്ചിങ്ങനെ നടക്കണം. എന്തിനാ? ബാക്കിയുള്ളവരൊക്കെ നോക്കാൻ. ഉംറുൽ ഖൈസിൻ്റെ കവിതയിൽ കാണാം, അന്ന് കടകളൊക്കെ തുറന്നിരുന്നതിൻ്റെ അടയാളം കൊടി കെട്ടലാണ്. ഒരു കൊടി ഉണ്ടാവും.
കള്ളുഷാപ്പിൽ കൊടി കെട്ടണതിൻ്റെ മുമ്പ് ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാവുന്ന അയാൾ പാടുന്നുണ്ട്. അത് അന്നത്തെ ഒരു രീതി, അതാണ് കൊടി. അപ്പോൾ നമ്മൾ വിചാരിക്കണ്ട ഇനിയിപ്പോൾ നമ്മളൊരു കൊടി ഉണ്ടാക്കണ്ട, കാരണം ഏതായാലും അങ്ങനെ കൊടിയൊക്കെ അന്നുണ്ട്, അപ്പോൾ നമുക്കൊരു കൊടിയാവ് വേണ്ട, അതല്ല ഈ പറയുന്നത്. അവിടെ ഈ മുഅത്തയിൽ ജഅഫറിൻ്റെ കയ്യിൽ കൊടിയുണ്ട്. ആ കൊടി നബി പറയുന്നുണ്ട്, ജഅഫർ യുദ്ധം മുറുകുമ്പോൾ ഈ കയ്യിൽ നിന്ന് കൊടി നഷ്ടപ്പെട്ട കൈ മാറ്റണം, അടുത്ത കയ്യിൽ കൊടി പിടിക്കണം, അതും പറ്റിയാൽ നിങ്ങൾ കടിച്ചു പിടിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണുണ്ട്. അപ്പോൾ തന്നെ ഒരു രക്തസാക്ഷിയാകും, ഒരു ഷഹീദാകും എന്നുള്ളൊരു സൂചന അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അബ്ദുല്ലാഹ് ബിൻ റവാഹുണ്ട് ആ യുദ്ധത്തിൽ, അദ്ദേഹം ലോകത്തോട് കൂടെ പറഞ്ഞു ആ യുദ്ധത്തിൽ തന്നെ. അബ്ദുല്ലാഹ് ബിൻ റവാഹയ്ക്ക് നബീനെ വലിയ ഇഷ്ടമാണ്, നബിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. അബ്ദുല്ലാഹ് ബിൻ റവാഹയുടെ കവിതകൾ എത്ര സ്ഥലത്താണ് നബി ചൊല്ലിയെന്നറിയുക. ഖന്തക്കിൻ്റെ കിടങ്ങ് കീറുന്ന ഒരു നേരെ ആവേശം കൊള്ളിച്ച് എൻ്റെ അബ്ദുല്ലാഹ് ബിൻ റവാഹ പറഞ്ഞത് ഞാൻ പാടാം. അല്ലാഹുമ്മ ലൗലാ അന്ത മഹ്തദൈനാ വലാ തസദ്ദഖനാ വമാ സല്ലൈനാ ഫഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിതിൽ അഖദാമ ഇൻ ലാഖൈനാ നഹ്നുലുനാ ജാഉക മുസ്ലിമൂനാ. മദീനയുടെ പള്ളി കയറ്റണ ഒരു നേരമുണ്ട്, എല്ലാവരെയും ആവേശം കൊള്ളിക്കാൻ വേണ്ടി ഞാൻ അബ്ദുല്ലാഹ് ബിൻ റവാഹ പറയാം. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറൽ ആഖിറ ഫർഹമിൽ അൻസ്വാറ വൽ മുഹാജിറ. അബ്ദുല്ലാഹ് ബിൻ റവാഹ മരണപ്പെട്ട യുദ്ധം അതാണ്. പിന്നെ ആ യുദ്ധത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം യുദ്ധ നിപുണനാണ്. അള്ളാഹു ഓരോരുത്തർക്കും ഓരോ ഇത് കൊടുക്കുന്നത്. ഖാലിദ് രക്തസാക്ഷിയായിട്ടില്ല കേട്ടോ, അത് പാടാണ്. പായി കടന്നിട്ടാണ് ഖാലിദ് മരിച്ചത്. ഖാലിദിന് മോഹം ഉണ്ടായിരുന്നു രക്തസാക്ഷിയാകാൻ, പക്ഷെ അള്ളാഹ് അങ്ങനെ വിധിച്ചിട്ടില്ല. എന്നാൽ ചില ആളുകൾ ഒറ്റ യുദ്ധത്തിന് പോയാൽ മതി, അവർ രക്തസാക്ഷി ആയിട്ടും ഉണ്ടാവും. എത്രയോ യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും വെന്നിക്കൊടി പാറിക്കുകയും ഒരു കാലത്ത് ഇസ്ലാമിൻ്റെ കഠിന വിരോധിയായിട്ട് ഇസ്ലാമിനെതിരെ നിരവധി യുദ്ധം ചെയ്യുകയും ചെയ്ത മനുഷ്യൻ കൂടിയാണ് ഖാലിദ് ബിൻ അൽ വലീദ് റളിയല്ലാഹു. അദ്ദേഹം യുദ്ധം കഴിഞ്ഞു മദീനത്ത് നബിയുടെ അടുത്ത് വന്നു. എന്നിട്ട് പറയാണ്, നബിയെ യുദ്ധമൊക്കെ ജയിച്ചു, പക്ഷേ ജഅഫർ പോയി. ജഅഫറിനെ ഞങ്ങൾ മറവ് ചെയ്തു, 100 കണക്കിന് വെട്ടും കുത്തുമേറ്റ് ആ ശരീരം ഞങ്ങളവിടെ മറവ് ചെയ്തിട്ടാണ് നബിയേ ഞങ്ങളെ വന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് ആല് ജഅഫറിന് സമാധാനം പറയാൻ, ആ കുടുംബത്തിന് ആശ്വാസം പകരാൻ നിങ്ങൾക്കല്ലാതെ കഴിയില്ല നബിയേ. അങ്ങനെ ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം, കുടുംബത്തിന് സമാധാനം കൊടുക്കണം. അപ്പോഴേ മദീനക്കന്നൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഒരു യുദ്ധം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരു കാത്തിരിപ്പുണ്ട്. എല്ലാവരും ഒരു കാത്തിരിപ്പുണ്ട്. യുദ്ധത്തിന് പോയ ആളുകൾ പെരേക്ക് വരുമ്പോൾ ആ വീട്ടിലൊരു അണിഞ്ഞൊരുങ്ങിയൊരു കാത്തിരിപ്പുണ്ട്. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു 40 കൊല്ലം മുമ്പത്തെ ഒരു ഗൾഫേരം വരുമ്പോൾ ആ ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു. അന്ന് വാപ്പ അവിടുന്ന് ഒരു കത്തയക്കും, ഞാൻ അങ്ങനെ വരുന്നുണ്ട്, 4 മാസം കഴിഞ്ഞാൽ അവിടെ എത്തുന്ന അന്ന് തുടങ്ങിയതാണ് ഉമ്മ പാറവത്തൻ്റെ എടുത്തിട്ട് ഈ മേശ ഇങ്ങനെ തേച്ച് വെക്കുന്നുണ്ടാവും. പിന്നെ അവിടെ തുടച്ച് ഇവിടെ തുടച്ച് അല്ലേ, സന്തോഷം കൊണ്ട്. മക്കളൊക്കെ അന്ന് അങ്ങനെ എല്ലാവരും പണിക്ക് കൂടുട്ടോ, ഇപ്പോഴത്തെ മാതിരിയൊന്നുമല്ല. ഇപ്പം എന്താ അറിയില്ല, മക്കളെ വിളിച്ചാൽ മക്കളെ ഒരു പണിക്കും കിട്ടുന്നില്ല. ഞാൻ വരാന്നാണ്, എന്ത് വരുന്നു, ഇതാ വരുന്നു എന്നാണ്, വരുന്നില്ല എന്നോ പറയണില്ല, ഇതാ വരുന്നു, ഞാൻ ഇപ്പം വരാന്ന്, ഇത് വരുന്നില്ല, ഇലാ യൗമിൽ ഖിയാമ, അതാണ് ഇപ്പം വരാന്ന് പറഞ്ഞാൽ വരുന്നില്ല കുട്ടികൾ. അത് പുതിയ കാലമാണ്, അപ്പോൾ ഈ പുതിയ ടെക്നിക്കൊക്കെയാണ്, അത് നമ്മളെ ഓരോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് ആ കാത്തിരിപ്പാണ്, എന്തോ ഒരു കാത്തിരിപ്പാണ്. മിക്ക വീടുകളിലും അവർ ഭർത്താക്കന്മാരെത്തി തക്ബീർ മുഴങ്ങുന്നു, സന്തോഷം ഉണ്ടാകുന്നു. മദീനയിൽ അന്നൊരു പ്രത്യേകത എന്താണെന്നറിയോ? യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ നല്ല വസ്ത്രം ധരിച്ചിട്ട ഒരു കാത്തിരിക്കും. മക്കൾക്കൊക്കെ നല്ല കുപ്പായിട്ട് കൊടുക്കും, അതിലൊക്കെ അത്തറ് പുരട്ടും, നല്ല ഭക്ഷണം പാചകം ചെയ്യും, എന്നിട്ട് കാത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, രണാങ്കളത്തിൽ നിന്ന് വരികയാണ് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും നൂൽപ്പാലത്തിൽ നിന്ന് അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് വെട്ടും കുത്തുവേൽക്കാതെ രക്ഷപ്പെട്ടും കൊണ്ട് വരിക. അത്ഭുതമാണ് ആ വരവ്. അതുകൊണ്ടാണ് ഈ കാത്തിരിപ്പ്. എല്ലാ വീടുകളിലേക്കും അവരവരുടെ ഭർത്താക്കന്മാർ വരുന്നുണ്ട്. ഇത് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീടാണ്. അവിടെ ജഅഫറിൻ്റെ സഹധർമ്മിണി നല്ല ഉടയാട ധരിച്ച് 4 മക്കൾ അവർക്കുണ്ട്. ആ 4 മക്കൾക്കും നല്ല ഉടയാടകൾ അണിയിച്ചു കൊടുത്ത് അതിൽ അത്തറിങ്ങനെ പുരട്ടി
എന്നിട്ടിങ്ങനെ കാത്തിരിക്കുകയാണ് നല്ല ഭക്ഷണം പാചകം ചെയ്തിട്ട് ഒന്നുകൂടി പ്രിയങ്കരനെ കാണാൻ, ഒന്നുകൂടി കഥ പറയാൻ, മക്കൾക്ക് ബാപ്പയെ കണ്ണ് നിറയെ കാണാൻ, ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നെയും ചിറക് തുന്നുവാൻ. അങ്ങനെയുള്ളവര് ദീർഘമായ കാത്തിരിപ്പായി പോയല്ലോ. അത് ആർത്തി പൂണ്ട കാത്തിരിപ്പ് ദീർഘമായി പോയി, കൂർത്ത മുള്ളുകൾ മനസ്സിൽ തട്ടിമുറിവായി. ഒരുപാട് നേരം കാത്തിരുന്നു, ജഅഫർ മാത്രം വരുന്നില്ല. ആ കാത്തിരിപ്പിന് വിരാമമെന്നോണം അങ്ങോട്ട് കടന്നു വരുന്നു അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള വരികയാണ്, നേർക്ക് നേരെ നബി വരികയാണ്. അസ്സലാമു അലൈക്കും. നബി അവർക്ക് സലാം പറയുകയാണ്. പച്ചക്കരളുള്ള മനുഷ്യനാണ് ഈ പ്രവാചകൻ, ചിലപ്പോഴൊക്കെ വിതുമ്പിപ്പോകുന്ന മനുഷ്യനാണ് ഈ പ്രവാചകൻ. ഇവിടെ വന്നപ്പോ സമാധാനിപ്പിക്കാൻ വന്ന നബി എന്ത് പറയാൻ? ഈ 4 മക്കളും നല്ല ഉടയാട അണിഞ്ഞ്, അത്തറിൻ്റെ ഗന്ധം, നല്ല ഭക്ഷണത്തിൻ്റെ ഗന്ധം, അവരുടെ കണ്ണിലെ പ്രതീക്ഷ, സഹധർമ്മിണിയുടെ മുഖത്തെ പ്രതീക്ഷ. അപ്പോഴും അവർ ജഅഫറിനെ തിരക്കുകയാണ്. എന്താ ജഅഫർ വരാത്ത എന്നവർക്ക് കൗതുകമാണ്. അതുകൊണ്ട് ഇനി നബി തുടങ്ങുകയാണ്. എങ്ങനെ തുടങ്ങണം ഇവരോടെന്നറിഞ്ഞുകൂടാ. ഈ 4 മക്കളും നിങ്ങൾ അനാഥരാണെന്നിങ്ങനെ പറയും, പെണ്ണേ നീ വിധവയാണെന്നിങ്ങനെ പറയും. റസൂലുള്ളാഹിന്റെ കൈകൊണ്ട് ഈ 4 മക്കളെയും വാരിയെടുത്തിട്ട് ഓരോ മക്കൾക്കും അവിടുന്ന് ഇങ്ങനെ ഉമ്മ കൊടുക്കുമ്പോൾ അവിടുത്തെ കണ്ണുനീരങ്ങ് പ്രവഹിച്ച്, അത് ആർദ്രതയുടെയും സ്നേഹത്തിൻ്റെതുമാണ്. അതിങ്ങനെ ഓരോന്ന് ഒഴുകി വന്ന് ഇറ്റിറ്റ് തുള്ളികളായി വന്നിട്ട് അത് താഴോട്ട് ഇറ്റ് വീഴുമ്പോൾ ആ പെണ്ണ് സഹധർമ്മിണിയുടെ ഒരു ചോദ്യമുണ്ട്, കരള് തുറക്കുന്ന ചോദ്യമാണ് നബിയുടെ. ഐന ജഅഫർ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എൻ്റെ ജഅഫർ എവിടെയാണ്? കരയാതെ പെങ്ങളെ, കരയാതെ. നിന്റെ ജഅഫർ ഇപ്പ രക്തം പുരണ്ട ചിറകുകളോടെ ജന്നാത്തുൽ ഫിർദൗസിൽ പാറിക്കളിക്കുന്നുണ്ട്. വ ജഅഫറുല്ലദീ യുളഹി വയുംസി യതീറു മഅൽ മലായികത ഇബ്ന അമ്മീ. അത് കണ്ണ് തുറക്കുകയാണ്, ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പക്ഷെ ഒരു പ്രതീക്ഷ ഉണ്ട്. നബിയെ ആൾ അവസാനം പറഞ്ഞല്ലോ, എൻ്റെ ജഅഫറിന് സ്വർഗം അത് മതി. കാരണം അവർ ആഗ്രഹം അതായിരുന്നു. ഇവിടുന്ന് പോകുമ്പോഴും പറയും, മുടക്കെന്തേലും യാത്രക്ക് ഞാൻ പറയുമ്പോൾ പറയുന്ന വാക്ക്, എൻ്റെ സ്വർഗം തടുക്കരുത്, എൻ്റെ സ്വർഗം നീ തടുക്കരുത് എന്ന് എൻ്റെ ജഅഫർ എന്നോട് പറയാറുണ്ട്. 38 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന് ജഅഫർ എന്ന് നമ്മൾ വിലയിരുത്തുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് റബ്ബിനെയാണ് ഇഷ്ടം എന്ന തലത്തിലേക്ക് എത്തുമ്പോൾ അവരൊരു വികാരമായി, അതൊരു വിചാരമായി അങ്ങനെ കടന്നു പോകും. അങ്ങനെ വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹ് സ്വർഗത്തിലേക്ക് വിളിക്കുകയാണ്. പഠിച്ചാൽ നമ്മളെ സ്വർഗത്തേക്കാണ് വിളിക്കണം. അതിനുള്ള അമലായി നമ്മൾ ചെയ്യണം, അതിനുള്ള പണിയാണ് നമ്മൾ എടുക്കുന്നത്. അവിടേക്ക് എത്തണം നമ്മൾ. അവിടുത്തെ സുഖം, അവിടുത്തെ സൗഖ്യം അല്ലേ, ഭീകരമായ നരകം എന്ന് രക്ഷപ്പെടണം. എഴുത്തൊക്കെ ചെല്ലുന്നുണ്ട് ആ മുമ്പിൽ നരക വിമോചനം, നരകത്തിൽ നിന്നുള്ളൊരു മോചനം. അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന മാസമാണ് പരിശുദ്ധ റമളാൻ. നമ്മളത് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ഇവിടെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞ പോലെ നമ്മൾ പ്രാർത്ഥിക്കണില്ല. അത് ശരിയാണ്. സുന്നിപ്പള്ളിയിൽ ഞാൻ കുറേ പോയാണ് ഇമാമൊക്കെ നിന്നാണ്. അവിടെ റമദാനിക്ക് പോയ ആകെ ബഹളാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്നൊക്കെ പറഞ്ഞ ഈണത്തിലും താളത്തിലൊക്കെ ആവുമ്പോൾ ആൾക്കാർക്ക് ഒരു ആവേശം. നമ്മളെ പള്ളിയിലൊന്നുമില്ല, നമ്മളും ഉണ്ടായിരിക്കണം. അങ്ങനെയല്ല, ഈ ദുആകളൊക്കെ നമ്മൾക്കും ചെല്ലാം. അത് ഒച്ചയും വിളി കൂട്ടണ്ടെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, അതൊരു ഹാവഭാവമായിട്ട് വേണ്ടാന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ വന്ന ദുആ ഈ ഹദീസിൽ പദാനുപദമായിട്ട് വന്ന ദുആയാണ് നേരത്തെ പറഞ്ഞ എന്താണ്, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ആയിഷ ബീബിയോടാ പറഞ്ഞത്, എന്നാണ് ലൈലത്തുൽ ഖദർ എന്നെനിക്ക് വിവരം കിട്ടിയാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെ? അപ്പൊ നീ ചൊല്ലിക്കോ ആയിഷ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ
തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ദുആകളൊക്കെ ചെല്ലുക, ഇഷ്ടം പോലെ ദുആകളുണ്ട്, പ്രാർത്ഥനകൾ നിരന്തരം ചെല്ലുക. നമ്മളിങ്ങനെ ചുണ്ടുകൂട്ടിയിരിക്കൊന്നും വേണ്ട. നമ്മൾ ആൾക്കാർക്ക് അങ്ങനെയൊക്കെ കുറേ ധാരണകളുണ്ട്. കൂട്ടുപ്രാർത്ഥന നിസ്കാരത്തിന് ശേഷം വേണ്ടാന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ആമീൻ പറഞ്ഞ് ബഹളം ഉണ്ടാക്കണ്ട, ഒച്ച ഉണ്ടാക്കണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് KMCCയുടെ ക്ലാസ്സൊക്കെ എടുക്കാൻ അവസരം കിട്ടുന്നുണ്ട്, ചിലപ്പോൾ ലീഗിൻ്റെ സ്റ്റഡി ക്ലാസ്സൊക്കെ എടുക്കാൻ അവസരം കിട്ടലുണ്ട്. ഞാൻ അന്തം വിട്ടുപോകും. അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുമ്പോൾ കൊണ്ട് ഒരു മുഴക്കുണ്ടാവും. ക്ലാസ് എടുക്കണേ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇൻട്രസ്റ്റ്. റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് മുഴങ്ങണതാണ്. അല്ലാഹു തആല ഞങ്ങളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു ആമീൻ കൊണ്ടൊരു പ്രകമ്പനുണ്ട്, അതൊരു ആനന്ദമാണ്. നമ്മൾ അത്രത്തോളം വേണമെന്നൊന്നും പറയണില്ലെങ്കിലും നമ്മളിങ്ങനെ ഇതിപ്പോൾ നമുക്ക് വേണോ വേണ്ടേ എന്താന്നുള്ളൊരു ആഫിലിങ്ങനെ അതാണ്. അങ്ങനെയൊന്നും പോരാ, കുറച്ചൊക്കെ നമ്മൾ ഒന്ന് മോട്ടിവേറ്റഡ് ആകണം എന്നുള്ള അഭിപ്രായം ചിലപ്പോഴൊക്കെ തോന്നിപ്പോവും. ഞാൻ പല ആളുകളോടും സംശയം ചോദിക്കാറുണ്ട്, സലാത്തിൻ്റെ കാര്യമൊക്കെ സംശയം ചോദിക്കാറുണ്ട്. അപ്പോൾ അവരിങ്ങനെ മറുപടികളൊക്കെ പറയും, പക്ഷേ നമ്മളെ ഇതിയെ കെട്ടി ഇതിയെ വിടുന്നൊരു അവസ്ഥയാണ്. ചിലതൊന്നും നമുക്ക് തലയിൽ ഇതുവരെ കയറുന്നില്ല ചില സംഗതികൾ. അല്ലാഹു അഅലം. ഞാൻ കൂടുതലൊന്നും പറയണില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ. അതുകൊണ്ട് നിരന്തരം നമ്മൾ പടച്ചവനോട് പറയാം, അവിടെ പ്രാർത്ഥിച്ചു നോക്കൂ അല്ലേ. എൻ്റെ കാലിൻ്റെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ ഞാൻ അള്ളാഹിനോട് പറയുന്നു. ആരാ പറഞ്ഞത്? നിഅമ ഖൈറു സായിസീന മിൻ റുആത്തിൽ മുസ്ലിമീൻ ഫഅബൂബക്കറുൻ ഇമാമൻ ബഅദ ഖൈരിൽ മുർസലീൻ. അംബിയാ മുർസലുകൾ കഴിച്ച ലോകത്തൊരു മഹാൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ പറ്റി പറഞ്ഞതാണ്, അദ്ദേഹം പറഞ്ഞതാണ്, എൻ്റെ കാലിൻ്റെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടുമ്പോൾ അള്ളാഹിനോട് പറയുന്നതാണ്. എന്താ ബന്ധം നോക്കണം. ഞാൻ എൻ്റെ റബ്ബിനോട് അത് പറയുന്നു. നമ്മൾ കാല് പൊട്ടി പ്ലാസ്റ്ററിട്ട് വരുമ്പോഴും അള്ളാഹിനോട് പറഞ്ഞിട്ടില്ല. അതാണ് നമ്മളെ കുഴപ്പം. പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഡോക്ടറൊക്കെ ഉണ്ട് ഇങ്ങനെ വരിക, അള്ളാഹിനോട് പറഞ്ഞിട്ടില്ല. അതാണ് നിരന്തരം പഠിച്ചവനോട് പറയണം. നമ്മൾ ദുആ ചെയ്ത് നോക്കൂ, മാറ്റം ഉണ്ടാവും, ഒരു സംശയമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും അങ്ങനെ ഓർക്കാറുണ്ട്. നമ്മൾ കുടുങ്ങിയെന്ന് കരുതുന്ന ചില നേരങ്ങളുണ്ടാവും. ചില ദുആ കൊണ്ട് ഇങ്ങോട്ട് കഴിച്ചിലാകുന്ന കണ്ട അന്തം പൊട്ടു. ഞാൻ ഗൾഫിൽ പോയിട്ട് 2 കൊല്ലത്തോളം എൻ്റെ ഈ ബത്താക്കാന്ന് പറഞ്ഞ സാധനം നഷ്ടപ്പെട്ടു. അത് ഒരു പുറംവീസ ഒരാൾ തന്നതാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ മൂപ്പരെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇത് ഉണ്ടാക്കണമല്ലോ, ഇപ്പം എന്താ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, പിന്നെ അറബി പറഞ്ഞൊന്നല്ല, മൂപ്പരെ വകയാണ്, ഒരു 5000 ദിർഹംസ് ഉണ്ടാക്കി കൊണ്ടുവരാം, എന്നാലേ ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് പേടിയായി, കാരണം ഇതൊക്കെ പാടെ ഉണ്ടാക്കിയിട്ട് പാടെ ഞാനത് ഉണ്ടാക്കാൻ നിന്നില്ല. എന്നാലോ ഞാൻ എല്ലാ എമിറേറ്റ്സുകളിൽ പോയിട്ട് നമ്മുടെ ക്ലാസ് എടുക്കും. എൻ്റെ മനസ്സിലുള്ള ദുആ എന്താണെന്ന് പറയാം, റബ്ബേ ഒരുപാട് ആൾക്കാർ എന്നെ ക്ലാസ്സിന് കൊണ്ടുപോകണം, എൻ്റെ അടുത്ത് ഈ സാധനം ഇല്ലാന്ന് പറഞ്ഞിട്ട് പിടിച്ചാൽ ഓൽക്കൊക്കെ പണിയല്ലേ, പഠിച്ചവനെ ആരും ഇടങ്ങാറാക്കല്ലേ എന്നെ കൊണ്ട് എന്നുള്ള ആ ദുആണ്ട് അങ്ങനെ അങ്ങനെ നീണ്ട് 2 കൊല്ലം 2.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ UAE ആ സാധനം ഇറങ്ങിയത്. എന്താണ് എമിറേറ്റ്സ് ID. ആ സാധനം ഇറങ്ങിയ അന്ന് ഞാൻ പോയിട്ട് എന്ത് ചെയ്ത് 100 ദിർഹംസ് അതിന് ചിലവുള്ളൂ. ഞാൻ ആ കറാമല്ല, എന്താണ് ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു, അല്ല എന്തോ ഒരു സ്ഥലമുണ്ട്, റാഷിദിയ. അവിടെയാണ് ഈ അതിൻ്റെ ഇതുള്ളത്. അവിടെ പോയിട്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്ത് അപ്പോഴേക്കപ്പോഴെ പ്രിൻ്റ് അടിച്ച് ഈ സാധനങ്ങൾ തന്നു. അപ്പോൾ ആരോ പറഞ്ഞിരുന്നു ബത്താക്കാൻ ഞാൻ ആവശ്യമില്ല, ഇത് മതി എന്നാ. 5000 മറ്റവനും കൊടുക്കണതിന് പകരം ഈ സാധനം ഇട്ടിട്ട് ഞാൻ അങ്ങനെ പിറ്റേ ദിവസം ഇങ്ങനെ ഷാർജയിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വണ്ടി വന്ന് നിർത്തിയിട്ട് ഇങ്ങോട്ട് വാന്ന അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബത്താക്കണം വേഗം എടുത്തിട്ട് ഇങ്ങനെ കൊടുത്തപ്പോൾ ഓരും തന്നെ ഇത് നോക്കിയാൽ ഇതിനെ അടിച്ചിട്ട് മാഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് കയ്യൊക്കെ തന്നിട്ട് ഇങ്ങനെ പോന്ന് ജീവിതത്തിൽ മറക്കില്ല. ഞാൻ അങ്ങനെ ആലോചിക്കും, തലേ ദിവസമാണെങ്കിലുള്ള കഥ എന്തായിക്കാണ്, തലേ ദിവസമാണെങ്കിൽ കഥ എന്താ കഴിച്ചിട്ട് എല്ലാവരും ഇനി ബത്താക്കല്ലാതെ നടക്കണം എന്നല്ലട്ട ക്ലാസ് എടുത്തുള്ളത്, തെറ്റിദ്ധരിക്കരുതേ. പണ്ട് പെണ്ണിനോട് പറഞ്ഞത്രേ, പിന്നെ ഈ മോള് ഞെട്ടി അങ്ങോട്ട് ഉണർന്നു രാത്രി. പിന്നെ ഭർത്താവിനെ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞത്രേ, പൊന്നാരം മനുഷ്യ ഒരു ഒച്ച കേൾക്കണുണ്ട്, നിറച്ച് കള്ളന്മാരാണ്, ഇപ്പോൾ ഈ സ്വർണ്ണത്തിനൊക്കെ വില കൂടിയതല്ലേ, നിങ്ങൾ എന്താ ഈ അന്തം വിട്ടിരിക്കണത്, അതാ ഒച്ച കേൾക്കണോട്ടെ. അപ്പോൾ ഇങ്ങനെ ചൂടോർത്തുമ്പോൾ ഒരു ഒച്ച കേൾക്കുന്നുണ്ട്, ടേ എന്നൊക്കെ ഒരു ഒച്ച, അവിടെ ഇവിടെ എന്തോ ചാടണം. ഇതൊന്നും ഉണ്ടായിരുന്നു, അത് കള്ളനൊന്നും അല്ല, കള്ളം വരുമ്പോൾ ഇങ്ങനെ വരിക, ഒച്ച ഉണ്ടാക്കാതെ വരിക, ഇത് പൂച്ച എലി എന്തോ പെരിച്ചായിയൊക്കെ അവിടെ ചാടി മറിയണം, അങ്ങനെ എന്തോ ആണ്, ഇതൊന്നും മുണ്ടാതെ അവിടെ കടന്നാന്ന് പറഞ്ഞ് ഓൻ്റെ ഉറക്കത്തിൻ്റെ ദമ്മുകൊണ്ട് ഓനെ ഓളെ സമാധാനിപ്പിച്ച്. പക്ഷെ ഓൾക്കുണ്ട് ഉറക്കം വരുന്നു, ഓൻ കടന്നുറങ്ങി, ഓളെങ്ങനെയോ നേരം വിളിപ്പിച്ച്. പിറ്റേന്ന് രാത്രി 2:30 മണിക്ക് പിന്നെയും അവളാണ് നീച്ച് ഞെട്ടി വന്നിട്ട് ഒരാക്കിലെ നിലവിളി, മനുഷ്യ ഒന്ന് നീക്കിങ്ങൾ, കള്ളം വന്നിക്കണു, ഉറപ്പായിട്ടും വന്നിക്കണു എന്നാണ്. എന്തേ ചോദിച്ചു, ഒരൊച്ചയും കേൾക്കാല്ല.
മനസ്സിലായി? എന്നരാ പറഞ്ഞത് അങ്ങനെ തന്നെ അങ്ങോട്ട് ഈമാൻ കൊണ്ടതാണ്. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടി പരുത്തി ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ പോവുകയാണ്. ഞാൻ പ്രിയപ്പെട്ട സഹോദരന്മാർ എന്നിട്ടെങ്കിൽ ആളെ നമ്മൾ ഇവിടുന്ന് പോകണം. ഒരു മേൽവിലാസം ഉണ്ടാക്കി പോകണം. മേൽവിലാസം നമുക്കുണ്ട്, അത് ഉണ്ടാക്കി പോകണം. നമ്മൾ മരിച്ചിട്ട് നമ്മളെ മയ്യത്ത് ഇതുപോലെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നാട്ടിലെ ആളുകൾക്ക് തോന്നണം ഈ മനുഷ്യൻ ഇവിടെ ആവശ്യമായിരുന്നു തോന്നണം. ബ്രാഹിന് ഇവിടെ ഒരു ദ്വാണ്ട്, ആ വല്ലാത്ത ദ്വാണ്. വജഅൽനി ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ. അല്ലാഹ്, ഈ ലോകത്ത് ഞാൻ കടന്നു പോയാലും പിൽക്കാലക്കാരായ ആളുകളുടെ നാവിൻ്റെ തുമ്പത്ത് എന്നെപ്പറ്റി നല്ല വാക്ക് പറയിപ്പിക്കണേ അല്ലാ. അത് നമുക്ക് നോക്കണം അല്ലേ? നമ്മളൊരു മീറ്റിങ്ങിന് വരികയാണെങ്കിൽ തന്നെ ചില ആൾക്ക് അല്ലാ അയാൾ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ നമ്മളെ കഥ. പിന്നെ എന്തിനാ നമ്മൾ നല്ലത്? അതുകൊണ്ട് ഒരു മാറ്റം ആവശ്യം. നമ്മളെ കൊണ്ടൊരു ആൾക്ക് ഒരു ഗുണമുണ്ടാകാം, ഒരു സാന്നിധ്യ അനുഗ്രഹമാകും. സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സത്യവിശ്വാസി മരിച്ചാൽ സമുദ്രത്തിലെ മത്സ്യങ്ങൾ കരയുന്നതാണ്. അറിയുകൾ മൃഗങ്ങൾ തേങ്ങുന്നതാണ്. മത്സ്യം പറയത്തര എനിക്കഞ്ഞാളെ ഭക്ഷണമാക്കാൻ പറ്റൂല്ലോ എന്നാണ്. എല്ലാവരും കരഞ്ഞു പോകുന്നതാണ്. സമാ ബക്കത്തെ അലയുന്നു സമാഹു അല്ലറുന്ന മാനം കരയുന്ന, ആകാശം കരയുന്ന വിശ്വാസി മരിച്ചാൽ. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ അലി ആകാശത്തിൻ്റെ കരച്ചിൽ? ഫറോവാനെയും കൂട്ടരെയും പറ്റി പറഞ്ഞ ആയത്താണത്. കം തറക്കൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക ഔറസ്നാഹാ ഖൗമൻ ആഖരീൻ ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർള് വമാ കാനൂ മുൻളരീൻ. കം തറക്കൂ, എത്രയാണ് അവർ ഉപേക്ഷിച്ചു പോയത്. തോട്ടങ്ങൾ, ജന്നാത്ത്, ഉയൂൻ, അരുവികൾ, വസുറൂഅ്, കൃഷിയിടങ്ങൾ, വമഖാമിൻ കരീം, മാന്യമായ എത്ര പാർപ്പിടങ്ങൾ, ഇത്ര ഉപേക്ഷിച്ചിട്ട് ആ ഫറോവാനും കൂട്ടരും പോയി നദിയിൽ മുങ്ങി നശിച്ചിട്ട് പിന്നെ ഇറങ്ങണ ആയത്താ. വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, ആസ്വദിച്ചിരുന്ന എന്തൊക്കെ അനുഗ്രഹങ്ങൾ. എന്നിട്ടോ വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീന കദാലിക ഔറസ്നാഹാ ഖൗമൻ ആഖരീൻ, വേറെ ഒരു ജനതക്ക് നമ്മൾ പകരമിട്ട് കൊടുത്തു. അതൊക്കെ ഇസ്രായേലിയർക്ക്, അധസ്ഥിത വർഗത്തിന്, അടിസ്ഥാന വർഗത്തിന്, പീഡിതർക്ക് അല്ലാഹു അതൊക്കെ ദാനം നൽകി. എന്നിട്ട് പിന്നെ പറയാ ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർള്, ആ ഫറോവാനും കൂട്ടരും ഓർത്തിട്ട് മാനം കരഞ്ഞിട്ടില്ല കേട്ടോ എന്നാണ്. അതിന് വ്യാഖ്യാനിക്കുന്നുണ്ട് അലി ഇബ്നു അബീ താലിബ്. എന്താ അലിയെ മാനത്തിൻ്റെ കരച്ചിൽ? അപ്പോൾ പറയാ മാനം കരയും വിശ്വാസി മരിച്ചാൽ. ഓരോ മനുഷ്യനും മാനത്ത് ഒരു കവാടമുണ്ടത്രേ. നമ്മുടെ എല്ലാ ദുആകളും അതിലൂടെ കയറിപ്പോകണം. നമുക്ക് വേണ്ട റിസ്ക് അതിലൂടെ ഇങ്ങനെ ഇറങ്ങി വരും ഓരോ കവാടം. ഈ മനുഷ്യനങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ഇനി അയാളുടെ ദുആകളിലോട്ട് കയറൂല. അയാൾക്കുള്ള റിസ്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങേണ്ട കാര്യവുമില്ലല്ലോ. അപ്പൊ മാനം താനെ അടയുമ്പോ ആ മാനം തേങ്ങുമത്രേ റബ്ബേ. ഇനി അയാൾക്ക് അയാളുടെ ഇതുവഴി കയറുകയില്ലല്ലോ, അയാൾക്കുള്ള റിസ്ക് ഇങ്ങോട്ട് ഇറക്കാനും ആകില്ലല്ലോ എന്ന് പറഞ്ഞ് മാനം തേങ്ങുമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതാ വിശ്വാസി. സാന്നിധ്യം അത് ഖൈറാകണം. മനസ്സിലാണ്ടോ? നമ്മളെ സാന്നിധ്യം ഖൈറാകണം. നമ്മൾ ആ രീതിയിൽ ജീവിക്കണം അല്ലേ? മയ്യത്ത് നിസ്കരിക്കുമ്പോഴൊക്കെ നെഞ്ഞിങ്ങനെ പൊട്ടണം. ബാക്കിയുള്ളവൻ്റെ ഈ മനുഷ്യൻ ആവശ്യമായിരുന്നു. ഇതൊരു വളക്കായിരുന്നു, ഇതൊരു നാടിൻ്റെ നന്മ മരമായിരുന്നു. റബ്ബേ അല്ലാഹുവേ, പുറത്തു കൊടുക്കണം. മാലിപ്പഴം കൊണ്ട് കഴുകണം, ഐസ് വെള്ളം കൊണ്ട് കഴുകണം, പാപങ്ങളൊക്കെ കഴുകണം. അങ്ങനെ വെള്ളവസ്ത്രം അത് കഴുകി വൃത്തിയാക്കിയപ്പോൾ അഴുക്കിൽ നിന്ന് അത് ശുദ്ധമായപ്പോൾ അതിൻ്റെ തൂവെള്ള ധവളിമ പ്രകടമായുന്ന പോലെ, അത് തിളങ്ങി വിളങ്ങുന്ന പോലെ ഈ മനുഷ്യൻ്റെ ആത്മാവ് തിളങ്ങണം എന്ന് ഉന്നതമായ ആ ദുഴങ്ങനെ ഉള്ളിൽ നിന്നിങ്ങനെ വരണം. അപ്പോഴായി ജീവിതത്തിനൊരർത്ഥം ഉണ്ടാകുക. ചില മരണങ്ങളെപ്പറ്റി നിങ്ങൾ വായിച്ചിട്ടില്ലേ? ദുരൂഹ മരണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ മരിച്ച ഏറ്റവും കരയേണ്ടത് അയാളെ ഭാര്യയാണ്. ബാക്കിയുള്ളവരൊക്കെ കരച്ചിൽ നിർത്തും, അവൾക്ക് കരയാൻ നിർത്താൻ കഴിയില്ല. ഓരോ ദിവസവും ഓർത്ത് കരയും, വിതുമ്പി കരയും. അങ്ങനെയാണ്.
മനുഷ്യരങ്ങനെയാണ്. പക്ഷേ ചില മയ്യത്തുകൾ ഭാര്യ പറയും കാണണ്ട, എനിക്ക് കാണണ്ട ഞാൻ അയാളെ എന്ന് പറയും. അള്ളാഹ് കാക്കട്ടെ. കാരണം അടിച്ച് അല്ലേ ദുരൂഹ മരണത്തിൽ അവിടെ എത്തിയ ആൾ അവിടെ എന്തൊക്കെ സംഭവിച്ചു, അയാൾ മരണപ്പെട്ടു. അങ്ങനെ എത്ര സംഭവങ്ങളുണ്ടെന്ന് അറിയുമോ? പേപ്പറിൽ ചിലത് വരും, ചിലത് വരില്ല. ഞാൻ അറിയുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. മയ്യത്തുങ്ങോട് വന്നിട്ട് ഞാൻ അവസാനം ഞാൻ ആരെങ്കിലും കാണാം, ഭാര്യനോട് ചോദിക്കുക ആൾക്കാർ, എനിക്ക് കാണണോ? കാണണ്ട ഞാൻ ആലോചിച്ച് നോക്കിങ്ങൾ. അങ്ങനെ അയാൾ പോവുകയാണ് ഈ ലോകത്ത്. അതൊരു വല്ലാത്ത മരണമാണ്, അതൊരു ദൗർഭാഗ്യത്തിൻ്റെ മരണമാണ്. ലോകത്ത് ഒരു മനുഷ്യനും അയാൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത വിധം അയാൾ അതപ്പതിച്ചു പോവുകയാണ്. നിയമം മൂലം അള്ളാഹിൻ്റെ തീരുമാനം പോലെ ഫർള് കിഫായ എന്ന നിലയിൽ ആളുകൾ മയ്യത്ത് നിസ്കരിക്കും, കുളിപ്പിക്കും, പള്ളിത്തൊടുവിൽ തന്നെ മറവ് ചെയ്യും. പക്ഷെ ഒരു വികാരമില്ല. അങ്ങനെ എത്ര മനുഷ്യന്മാർ. അതുകൊണ്ടാണ് ആക്ടിബത്ത് എപ്പോഴും നന്നാകുക എന്നുള്ളത്, എപ്പോഴും അവസാനം നന്നാകുക. നോമ്പിൻ്റെ കാര്യം അങ്ങനെ തന്നെ. തുടക്കത്തിൽ നമ്മളിങ്ങോട്ട് ആവേശം കയറി, അവസാനമാകുമ്പോൾ ആവേശമൊന്നുമില്ല. അന്ന് തിരൂരിന്നാണ് ഞാൻ വരുന്നുണ്ടോ, എന്ത് തിരക്കാ അവിടെ അറിയാം. ആൾക്കാരൊന്നും തുണി തന്നെ കണ്ടിട്ടില്ല. തോന്നിപ്പോൾ തുണിക്കടയിൽ മുഴുവൻ നമ്മളെ ഈ വനിതാരത്നങ്ങൾ അങ്ങോട്ടും നടക്കുക ഇങ്ങോട്ടും നടക്കുക. ഒരിക്കലും റാഹത്താകണില്ല. അവിടുന്ന് കിട്ടില്ല, അവിടുന്ന് ഇല്ല. അവിടുന്ന് അവിടെ കിട്ടുക, ഇവിടെ നിന്ന്. അവിടെ പോയി നോക്കുമ്പോൾ അതിനേക്കാളും നല്ലത് അവിടെ തോന്നും. അവിടെ പോയി നോക്കുമ്പോൾ എന്നിട്ട് പിന്നെ പറയും ചുരിദാറിൻ്റെ ഒരു കാലം ഈ പീടിയിലാണ് നല്ലത്, മറ്റേ കാലം ആ പീടിയിലാണ് നല്ലത്. എന്തൊരു സെലക്ഷനാണെന്നറിയും. കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ സെലക്ഷൻ സ്വർഗത്തിലുണ്ട് കേട്ടോ. സ്വർഗത്തിലുണ്ട് ഇങ്ങനത്തെ പരിപാടികൾ. അള്ളാഹ് അതിനെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിൽ ഷോപ്പിംഗ് ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും സ്വർഗത്തിൽ ഷോപ്പിങ്ങിന് പോകുന്ന സ്വർഗവാസികൾ ഷോപ്പിങ്ങിന് ഇങ്ങനെ പോകും. അങ്ങനെ പോകുമ്പോൾ ഒരു വടക്കൻ കാറ്റടിച്ച് വീശും എന്നാണ്. ഒരു കാറ്റിങ്ങോട്ട് വീശുന്ന അവരുടെ വസ്ത്രത്തിലും അവരുടെ മുഖത്തും പൊടി വന്ന് വീഴും. ആ പൊടി വന്ന് വീഴുമ്പോൾ സൗന്ദര്യം വർദ്ധിക്കുന്ന, സ്റ്റൈല് കൂടുന്ന. സ്വർഗത്തിലെ എല്ലാ ആഴ്ചയും സ്റ്റൈല് കൂടുക. എന്താ പതൊക്കെ കഥ. നമ്മളവിടെ കണ്ടിട്ടില്ലേ ചില കുട്ടികളൊരു കാറ് നിർത്തിയാൽ കാണാം അതിൻ്റെ അവിടെ പോയിട്ടോ അങ്ങനെ. പിന്നെ അപ്പം തന്നെ ഇങ്ങനെ കെട്ടി. എന്താ അത് ഓൻ കാട്ടിയതെന്ന് ഓർക്കും തിരിയില്ല, ഞമ്മക്കും തിരിയില്ല. അതൊരു സൗന്ദര്യത്തിൻ്റെ കാലമാണ്. ഓനെ നമ്മൾ കുറ്റം പറയില്ല കേട്ടോ. ബൈക്കൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ കുട്ടികളിപ്പോൾ അങ്ങനെയാണ്. പണ്ടൊക്കെ ഇങ്ങനെ എത്തി വെക്കണ കാലമായിരുന്നു. ഇപ്പോൾ ബൈക്ക് നിർത്തിയ ബൈക്കുമ്പോൾ കയറി ഇരുന്നിട്ടാണ് കുട്ടികൾ കണ്ണാടിക്കുന്നത്. ഓൻ്റെ ബൈക്കാന്നാണ് തോന്നുന്നത്. എന്നിട്ട് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ വരുമ്പോൾ അത് നിങ്ങളതാണില്ലേ, അന്നാ കൊണ്ടേക്കോളി എന്നൊക്കെ പറഞ്ഞു ഓൻ്റെ ഔദാര്യത്തിലാണ് തരുന്നത്. പുതിയ കാലം അങ്ങനെയാണോ? നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓൻ കാണുന്നതും പഠിക്കണതൊക്കെ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞത് സൗന്ദര്യമാണ്. ദുനിയാവിൽ സൗന്ദര്യം ഒരു അനുഗ്രഹമാണ്. യൂസുഫിനെ ഇവിടെ സൗന്ദര്യത്തെ പറ്റി നിങ്ങൾ കേട്ടു. ആ പെണ്ണുങ്ങൾ യൂസുഫിനെ ഇവരെ കണ്ടപ്പോൾ അതാണ് നിർത്തിയാൽ മതി. ഞാൻ പണ്ട് തിരൂര് ക്ലാസ് എടുത്തപ്പോൾ ഇടങ്ങാറായിട്ടുണ്ട്. എനിക്ക് 2001 ആദ്യമായിട്ട് എൻ്റെ സുഹൃത്ത് മൊബൈൽ തന്നത്. 2000 അന്നൊക്കെ ആൾക്കാർക്ക് മൊബൈൽ എത്തണുള്ളൂ. ക്യാമറ ഉള്ളൊരു മൊബൈൽ UAE-യിലുള്ളൊരു സുഹൃത്ത് എനിക്ക് തന്നു. ഞാൻ അതുകൊണ്ട് ഈ മസ്ജിദ് തൗഹീദിൽ ക്ലാസ് എടുക്കാൻ വന്നു. എൻ്റെ റബ്ബേ, എനിക്ക് നമ്പർ കിട്ടിയെന്ന് അറിഞ്ഞേക്ക് എൻ്റെ ഒരു തുണക്കാരൻ വിളിക്കാൻ തുടങ്ങിക്കുക. എനിക്കിത് ഒച്ചല്ലാതെയൊക്കെ എങ്ങനെയെന്ന് അറിയില്ലാന്ന്. ഇവിടെ ക്ലാസ് ഞാൻ തുടങ്ങി അപ്പം തുടങ്ങിയതടി. അപ്പോൾ കട്ട് ചെയ്യാൻ മാത്രമേ അറിയാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യും. അപ്പോൾ പിന്നെ അടി തുടങ്ങി. സുബ്ഹാനല്ലാഹ്. പിന്നെ ഞാൻ കട്ട് ചെയ്യും. ഇത് ക്ലാസ് ലെവലാകണ്ടേ. ആൾക്കാരും അന്തം വിട്ടു, എന്താ ഇയാൾ ഇങ്ങനെയെന്ന്. നമുക്കിത് അറിയാത്തതുകൊണ്ടാന്നുള്ള ഒരിക്കും തിരിയണ്ടേ. അവസാനം ഒരു സ്നേഹത്തെ ഇതൊന്ന് നേരാക്കി ഒച്ചല്ലാതേക്കെന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ അയാളിത് ഇങ്ങനെയൊക്കെ കാട്ടി. ഒപ്പറാണ് ഈ സൈലൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇതിലുണ്ട് എന്നറിയാം. പിന്നെ നമ്മൾ ഇതിൻ്റെ വിദഗ്ധനാകണ എപ്പോഴാണ്? കൊറോണ കാലത്താണ്. ഞാൻ മാത്രമല്ല, നിങ്ങളൊക്കെ ഇതിൻ്റെ വിദഗ്ധരായി. കൊറോണ കാലത്താണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കണം. അത് തോണ്ടി അങ്ങോട്ട് അതിങ്ങനെയാണ്. ഇങ്ങനെ കാട്ടിയാൽ തന്നെ ക്യാമറ കിട്ടും. എന്താ രസം എന്നറിയാം. ഇങ്ങനെ കാട്ടിയാൽ അത് ഭയങ്കര സംഭവമല്ലേ. പോട്ടെ, ഞാനങ്ങനെ പറഞ്ഞപ്പോൾ സമയത്ത് 47 45 നിർത്തണം എന്ന് കരുതിയതാണ്. ഞാൻ നിർത്തുകയാണ്. സ്വർഗത്തെ പറ്റിയാണ് പറഞ്ഞ് നിർത്തുകയാണ്. അതിനിടയിൽ സൗന്ദര്യം, സ്വർഗത്തിലെ സൗന്ദര്യം, യൂസുഫിന് ഇവിടെ സൗന്ദര്യം. എന്താ അതൊക്കെ സൗന്ദര്യം എന്നറിയാം. നമുക്കല്ലേ തോന്നിയത് നമ്മൾ വലിയ മൊഞ്ചാണെന്ന് അല്ലേ? യൂസുഫിനോട് സൗന്ദര്യം. ആ ഖുർആൻ്റെ ആയത്തും കൊണ്ട് നോക്കി നിങ്ങൾ. ആ പെണ്ണുങ്ങൾ യൂസുഫിനെ ഇവനെ കണ്ടപ്പോൾ ഖത്തഅന ഐദിയഹുന്ന വഖുൽന ഹാശ ലില്ലാഹ് മാ ഹാദാ ബശറുൻ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. അവർ പറഞ്ഞു പോയി എന്നാണ്. ഇത് മലക്ക, ഇത് മനുഷ്യനല്ല, ഇതൊരു മലക്കാണെന്ന് പറഞ്ഞു.
അതാ യൂസുഫിൻ്റെ സൗന്ദര്യം എന്ന് പറയും. ആ യൂസുഫ് നബിയുടെ സൗന്ദര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആയിഷ, എനിക്കറിയോ എന്തൊരു സുന്ദരനാ യൂസുഫ് എന്നറിയും. യൂസുഫിനെ കണ്ടിട്ട് പെണ്ണുങ്ങൾ കൈയടക്കം വെട്ടിന്ന് ആയത്തങ്ങോട്ട് ഓതിക്കൊടുത്തപ്പോൾ അല്ലേ, ആയിഷ ബീവിയുടെ ഒരു വർത്താനുണ്ട്, അതൊരു ദാമ്പത്യമാണ്. അള്ളാഹിൻ്റെ റസൂലെ, ആ പെണ്ണുങ്ങൾ ഇങ്ങളെയാണ് കണ്ടിരുന്നതെങ്കിൽ അവരവരുടെ ഹൃദയം പോലും വെട്ടിക്കളയും. എനിക്ക് സുന്ദരൻ നിങ്ങളാണ്. അതാ ദാമ്പത്യം. അല്ല നമ്മളെ പെണ്ണുങ്ങളാണ്. അങ്ങനെ തന്നെ മനുഷ്യന്മാരുണ്ടാകുക. നിങ്ങളെ മാതിരി ഒരു ചേരുകോലല്ലാത്ത ആരാ ഉണ്ടാകുക എന്ന് ചോദിച്ചിട്ട് ഒരു സ്നേഹപ്രകടനം ഉണ്ട്. അതൊന്നുമല്ല. അവിടെയാണ് ഞാൻ ഈ സ്വർഗത്തിലേക്ക് പോയി നിർത്തുകയാണ് പ്രിയപ്പെട്ടവർ. ആ സ്വർഗത്തഹുബുരിമാൽ കാറ്റിങ്ങനെ വീശുക. അപ്പോഴേക്ക് പൊടി വന്നു സൗന്ദര്യമായി. അങ്ങനെ വൈകുന്നേരം കൂടാരങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട്. അപ്പൊ ഭാര്യമാര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ആരാ വന്നത് എന്നോൾക്ക് മനസ്സിലാണില്ല. അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ആരായി വന്നത്. പിന്നെയാണ് മനസ്സിലാകുന്നത് ഇവർക്ക് അങ്ങോട്ടും മനസ്സിലാണില്ല, കൂടാരം മാറിപ്പോയോ റബ്ബേ. അപ്പോഴാണ് പറയുന്നത് ഫയസ്ദാദൂന ഹുസ്നം വജമാലാ, സൗന്ദര്യം വർദ്ധിച്ചിരിക്കുകയാണ്. പോയതിനു ശേഷം സൗന്ദര്യം കൂടിയിരിക്കുകയാണ്. ഇത് ഖിയാമഞ്ഞില്ലല്ലോ, അനന്തായ കാലം ഈ സൗന്ദര്യം ഇങ്ങനെ വർദ്ധിക്കും. അതാ സ്വർഗം. ആ സൗന്ദര്യം ഏറ്റുവാങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെയാണ് ഇഷ്ടം എന്നുള്ള വിഷയം പറയാനാണ് പറഞ്ഞത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടം ആയിത്തീർന്നത്. അതുകൊണ്ട് പടച്ചറപ്പിനെ തന്നെയാണ് ഇഷ്ടം. ആ ഇഷ്ടം അള്ളാഹു നമ്മളെയും ഇഷ്ടപ്പെടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കൂട്ടായ്മ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ കൂടെ നോമ്പ് തുറക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് യാത്രയിൽ ഞാൻ പോകണം. അതുകൊണ്ട് ആ കാര്യം കൂടി അറിയിക്കുന്നു. എല്ലാവരോടും പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു അവസരം വീണ്ടും കിട്ടുകയാണെങ്കിൽ വീണ്ടും കാണാം എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ പ്രവാസി സഹോദരന്മാർ പേടിപ്പെടുത്തുന്ന പല പ്രയാസങ്ങളും ഇപ്പോഴത്തെ പുതിയ സാഹചര്യമുണ്ട്. റബ്ബുൽ ഇസ്സത്ത് അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദൂരീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കി തന്ന്, കണ്ണിന് കുളിർമയുള്ള മക്കളാക്കി തന്ന് റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യം തന്ന് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് പടച്ച റബ്ബ് കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് എല്ലാം സംസാരിച്ച് എല്ലാം സാക്ഷി പറയുന്ന ഒരു ദിവസം. അന്ന് റമദാനും സംസാരിക്കും, ഖുർആനും സംസാരിക്കും. അങ്ങനെ റമദാൻ അനുകൂലമായിട്ട് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, ഖുർആൻ നമുക്ക് അനുകൂലമായി സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തി റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ. മരിച്ചുപോയ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ, ബാപ്പ, ഉമ്മ, സ്നേഹജനങ്ങൾ, ആദർശ ബന്ധുക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മളാക്കാൻ മെഴുകുതിരി പോലെ ഉരുകിത്തീർന്ന പാവങ്ങൾ, ഒരു സൗകര്യം അനുഭവിക്കാതെ പോയ കുറേ ആളുകൾ, അവർക്കൊക്കെ അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.